താങ്ക് യു ലോർഡ് ജീസസ്. പ്രൈസ് ലോർഡ്. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. കേൾക്കാൻ Praise പറ്റുന്നുണ്ട്. Lord, sister. കേൾക്കാം. Praise the Lord. Praise the Lord. ആമേൻ. കേൾക്കാൻ പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ട്. Praise the ആമേൻ. Lord, praise the Lord. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാനായിട്ട്? സന്തോഷമുണ്ട്, Amen. സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. ആമേൻ. കർത്താവിന്റെ സ്തോത്രം. സന്നിധിയിൽ. Praise the Lord, Sister Raina. ആമേൻ ആമേൻ. എല്ലാവരും വലിയ പ്രതീക്ഷകളോടെ ഇരിക്കുക. നമ്മൾ വന്നിരിക്കുന്നത് കർത്താവിന്റെ സന്നിധിയിലാണല്ലോ. കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യുമെന്ന് വിശ്വസിക്കുക. ഇത് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് ആണ് നമുക്ക് വേണ്ടി കർത്താവ് വാതിലുകൾ തുറക്കും, അത്ഭുതങ്ങളെ ചെയ്യും. അസാധാരണമായ സാക്ഷ്യങ്ങൾ 2026 ഉണ്ടാവും. ദൈവാത്മാവ് ഇടപെട്ട പോലെ തന്നെ 2026 പ്രാർത്ഥനയുടെ വർഷമാണ്. ആമേൻ. Amen. പ്രാർത്ഥനയുടെ വർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർഷമല്ല. നമ്മുടെ വിഷയങ്ങളെ അറിഞ്ഞ് അതിന് ഉത്തരം നൽകുന്ന നല്ല ദൈവം, സാക്ഷ്യങ്ങളെ പറയുന്ന വർഷം. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഈ വർഷം യേശുവിന്റെ നാമത്തിൽ അസാധാരണമായ സാക്ഷ്യങ്ങളെ ഞാൻ വിളിച്ചു പറയുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ലോർഡ് ജീസസ്. ഓ ഹാലലൂയ, ഹാലലൂയ. ആമേൻ. നന്ദി കർത്താവ്, നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവ്. അതുകൊണ്ട് ഏറ്റവും പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടല്ലോ. 2026 പ്രാർത്ഥനയുടെ വർഷമെന്ന ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടപ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, ഒരു സാധാരണ രീതിയിൽ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ വിഷയങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് മാത്രമാണ്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥന, ദൈവത്തിന്റെ ആത്മാവ് നിയന്ത്രിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥന, ആ ഒരു ആത്മമണ്ഡലത്തിലോട്ടാണ് ദൈവം നമ്മളെ ഈ 2026 നടത്താൻ പോകുന്നത് യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇന്ന് പറയണം, പരിശുദ്ധാത്മാവേ, യേശുവിന്റെ നാമത്തിൽ 2026 ഞാൻ കർത്താവിനോട് ഏറ്റവും കൂടി അടുക്കുന്ന വർഷമായിരിക്കും എന്ന് പറഞ്ഞാട്ടെ. കർത്താവെ, അങ്ങയുടെ സന്നിധിയിലിരുന്ന്, അങ്ങയുടെ പാദപീഠത്തിലിരുന്ന് ഞാൻ സകലതും പ്രാപിക്കുന്ന വർഷമാണെന്ന് തന്നെത്താനെന്ന് പറഞ്ഞാട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. നമുക്കറിയാം, സദൃശവാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു, വിവേകമുള്ള സ്ത്രീ തൻ്റെ വീട് പണിയുന്നു, അല്ലേ? ഇന്ന് നമ്മളിത് വുമൺസ് മീറ്റിംഗ് ആണ്. നമ്മുടെ കൂടെ അമ്മമാരുണ്ട്, ചെറിയ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, എല്ലാ വിധത്തിലുള്ള ഏജ് ഗ്രൂപ്പിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഈ ഒരു അന്ത്യകാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവ് സ്ത്രീകളെ വളരെ ശക്തമായിട്ട് ഉപയോഗിക്കും. വചനം പറയുന്ന പോലെ തന്നെ വിവേകമുള്ള സ്ത്രീ അവളുടെ ഭവനം പണിയും. എന്നാൽ എങ്ങനെയാണ് പണിയാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്? വിവേകമുള്ള സ്ത്രീ പ്രാർത്ഥനയാലാണ് തന്റെ വീടിനെ പണിയുന്നത്. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ അനേകം വിഷയങ്ങളുമായിട്ട്, ഒരുപാട് ഭാരങ്ങളുമായിട്ടായിരിക്കാം നിങ്ങൾ വന്നിരിക്കുന്നത്. നമ്മളെല്ലാവർക്കും വേണ്ടി യേശുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കും. 2026 കയറി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പ്രാർത്ഥനയാണ്. എന്താ പറയുക, നമ്മുടെ ഒന്നാമത്തെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ വിഷയമായിട്ടാണോ നിങ്ങൾ, ഏതൊക്കെ ഭാരമായിട്ടാണോ നിങ്ങൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്, അതിന്റെ പൂർണ്ണമായ വിടുതൽ പ്രാപിച്ചിട്ടേ നിങ്ങൾ മടക്കത്തുള്ളൂ. എത്ര പേർ വിശ്വസിക്കുന്നവർ ഉറച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. നമ്മൾ പറയുന്ന ഒരു ആമേൻ പോലും ഉണ്ടല്ലോ, നമ്മൾ പറയുന്ന ഈ ഒരു ആമേൻ പോലും നമ്മുടെ ദൈവസന്നിധിയിലുള്ള വിശ്വാസത്തിന്റെ ഉറപ്പാണ്. അതുകൊണ്ട് ഒരു ഹല്ലേലൂയയും ഒരു ആമേനും വൃഥാവായിട്ട് പോകത്തില്ല. സ്തോത്രം. ഇന്നത്തെ നമ്മൾ ഒരു വചനം മെഡിറ്റേറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രാർത്ഥനയോട്ട് കടക്കുന്നതായിരിക്കും. യേശുവിന്റെ നാമത്തിൽ. നമുക്കറിയാവുന്നതുപോലെ 2026 പ്രാർത്ഥനയുടെ വർഷമാണല്ലോ. എന്നാൽ ദൈവം എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥന അതെന്താണെന്ന് നമ്മൾ വചനം നോക്കി നമ്മളൊന്ന് ധ്യാനിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തായിരിക്കും ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥന? ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നു പറഞ്ഞാൽ മതി.
ദൈവത്തിന്റെ ദൈവരാജ്യത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ രാജ്യം പ്രാർത്ഥിക്കണം. ആമേൻ. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കണം. പൂർണ്ണ വിശ്വാസത്തിൽ പൂർണ്ണ ദൈവ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കണം. ദൈവരാജ്യത്തിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവരാജ്യത്തിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ദൈവത്തിന്റെ കഴിവില്ലായ്മ സമ്മതിക്കുക, ആ അവന്റെ ഹിതമനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഉപവാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. ഉപവാസത്തോട് പ്രാർത്ഥന ഉപവാസത്ത് എല്ലാ ഉത്തരങ്ങളും ശരിയാണ്. നമുക്ക് വചന ഉപവാസത്തോടും സുവിശേഷ വേല ചെയ്യണം. ആമേൻ 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 ആമേൻ. ഓക്കെ, നമ്മൾ എന്തായാലും യേശുവിന്റെ നാമത്തിൽ നമ്മൾ വചനം എന്താണ് നമുക്ക് പറയാം. നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം ശരിയാണ്. എന്നാൽ നമ്മൾ വചനത്തിലേക്ക് ഒന്ന് നോക്കാൻ പോവുകയാണ്. നമുക്കൊരു വചനം എടുക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, എല്ലാവരും ബൈബിൾ എടുത്താട്ടെ. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം ആരെങ്കിലും വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. 24 കൂടെ വായിച്ചു സിസ്റ്ററെ. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ആമേൻ. ഞാൻ ഒന്നുകൂടി ഈ വചനം എടുത്തു വായിക്കാം. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. അപ്പൊ നമ്മൾ വചനം നോക്കുകയാണെങ്കിൽ സ്വർഗത്തിലിരിക്കുന്ന നമ്മുടെ പിതാവ് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് വ്യക്തമായി വചനം നമുക്ക് ഒരു വെളിപ്പാട് തരികയാണ്. അതിനെ താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മൾ ഇംഗ്ലീഷ് വേർഷൻ നോക്കുമ്പോൾ ഇങ്ങനെ എഴുതിയേക്കുന്നത്, ഗോഡ് ഈസ് സ്പിരിറ്റ് ആൻഡ് ദോസ് ഹു വർഷിപ്പ് ഹിം മസ്റ്റ് വർഷിപ്പ് ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. അവിടെ ഒരു മസ്റ്റ് എന്നൊരു വാക്കുണ്ട്. ഉറപ്പായും നിർബന്ധമായും നിങ്ങൾ ആത്മാവിലും സത്യത്തിലും ആയിരിക്കണം നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. അപ്പൊ നമുക്കറിയാം, നമ്മൾ 2026 പ്രാർത്ഥനയുടെ വർഷമായിട്ട് കയറി. അപ്പൊ നമ്മൾ ഈ വർഷത്തിൽ ഉറപ്പായിട്ടും പ്രാർത്ഥനയിൽ നമ്മൾ ആഴപ്പെടും. പ്രാർത്ഥനയിൽ ആഴപ്പെടും എന്ന് പറഞ്ഞാൽ നമ്മളും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ, നമ്മൾ അഗാധമായ ഒരു ബന്ധത്തിലേക്ക്, നമുക്ക് പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ദൈവസന്നിധിയിൽ അടുക്കും. ദൈവസന്നിധിയിൽ അടുത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ചുറ്റുമുള്ള എല്ലാം ഈ ലോകപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇരുട്ടിൻ്റെതായിട്ടുള്ള എല്ലാ ആധിപത്യങ്ങളും അവന്റെ പ്രവൃത്തികളും നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്ന് വിട്ടുപോകും. വചനം വ്യക്തമായിട്ട് പറയുന്നു, സത്യനമസ്കാരികൾ അവനെ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവർ ആയിരിക്കണം. ഇതൊരു ആരാധിക്കണം എന്ന് പറയുന്നത് ചെറുതായിട്ടുള്ള ഒരു എംഫസൈസ് അല്ല കൊടുത്തേക്കുന്നത്. നിർബന്ധമായും ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത്. എത്ര പേർക്ക് ഈ വചനം നിങ്ങൾക്ക് ഒരുപക്ഷെ സുപരിചിതമായിരിക്കാം. സ്തോത്രം. നിങ്ങളെ മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് ശ്രദ്ധിക്കണമേ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെയായിരിക്കണം നമ്മൾ ആ ഒരു വചനം 24 എടുക്കുവാണെങ്കിൽ പറയാം, ദൈവം ആത്മാവായതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിനെ ആത്മാവിൽ സത്യത്തിലും നമസ്കരിക്കണം. നമ്മൾ ആത്മാവിലും നമ്മൾ ആരാധിക്കണം, സത്യത്തിലും നമ്മൾ ദൈവത്തെ ആരാധിക്കണം. എന്തായിരിക്കും ആത്മാവിൽ ആരാധിക്കണം എന്ന് പറയുന്നത്? താങ്ക് യു ജീസസ്. നമ്മൾ എങ്ങനെയാ ദൈവത്തെ ആത്മാവിൽ പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആത്മാവിൽ നമ്മൾ സ്തുതിക്കേണ്ടത്? ആമേൻ ആമേൻ ആമേൻ. കാര്യം നമുക്കറിയാം, നമ്മുടെ വിഷയങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ, നമ്മൾ ദൈവസന്നിധിയിൽ പോയിരിക്കുന്ന ആദ്യം പോയി പ്രാർത്ഥിക്കുന്നത് അന്യഭാഷ പ്രാർത്ഥിക്കാനല്ല, അല്ലേ? നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് പലവിധമായ പ്രശ്നങ്ങൾ നമ്മൾ കടന്നു പോകും. ഒരു മനുഷ്യനോട് കൂടി പറയാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മുടെ ഹൃദയം തകരുന്ന അവസ്ഥയിൽ ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലാത്തവർ, നമുക്കറിയാം, നമ്മൾ സൂം മീറ്റിങ്ങിൽ നമ്മളെ നിഖിൽ ബ്രദർ പഠിപ്പിച്ചിട്ടുണ്ട്, നമുക്കൊരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ വചനമെടുത്ത് പ്രാർത്ഥിക്കണം, അല്ലേ? വചനമെടുത്ത് പ്രാർത്ഥിക്കാൻ ഒരുവിധം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ആത്മാവിന്റെ പ്രാർത്ഥനയിലോട്ട് കടന്നു വരുമ്പോൾ നമ്മളൊരു അഗാധമായ ഒരു ഭാരത്തിലിരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും പ്രാർത്ഥിക്കാൻ സാധിക്കാറില്ല. ഞാൻ ഇതിനോട് ചേർന്ന് ഒരു വചനം കൂടി എടുക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടാനാണ്.
എല്ലാവരും റോമറിലെ ലേഖനം ഒന്ന് എടുക്കണേ. റോമറിലെ ലേഖനം അതിന്റെ 8-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം ഒരാൾക്ക് വായിക്കാം ശബ്ദത്തിൽ. റോമൻസ് 8:26. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ആമേൻ, സ്തോത്രം. നിങ്ങൾക്ക് എപ്പോഴേലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ഒരു വിഷയത്തെ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയത്തിൽ ചില സമയത്ത് നമ്മൾ ഒരു പ്രാർത്ഥിച്ച് നമ്മൾ മടുക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് റിസൾട്ട് കാണാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറ് അല്ലെങ്കിൽ ഫോൺ വിളിക്കുന്ന ആൾക്കാർ ചോദിക്കാറുണ്ട്, സിസ്റ്റർ എനിക്ക് അറിയത്തില്ല ഇത് എങ്ങനെ പ്രാർത്ഥിക്കണം, ഇനി എന്ത് പ്രാർത്ഥിക്കണം എന്ന് എനിക്ക് അറിയില്ല, ഞാൻ ടയേർഡാണ് അല്ലേ. അങ്ങനെയുള്ള പലരും എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. ഒരു വിഷയം തന്നെ പ്രാർത്ഥിച്ചിട്ട് അതിൻ്റെ അകത്തൊരു മറുപടി ലഭിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ മനസ്സ് തകർന്നിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. കർത്താവിന് നിങ്ങളെ നന്നായിട്ട് അറിയാം. നമ്മുടെ ശരീരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ തളർന്നു പോകുമെന്ന് കർത്താവിന് അറിയാം അല്ലേ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഞാൻ ഒന്നുകൂടെ വായിക്കാം. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇവിടെ പരിശുദ്ധ ആത്മാവിനെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവെ ഞാൻ ടയേർഡായി, എനിക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഈ പ്രാർത്ഥനാ വിഷയത്തെ മറികടക്കുമെന്ന് ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങൾക്ക് തുണ നിൽക്കാൻ പോകുക. ഒരാമേൻ പറഞ്ഞാട്ടെ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വിഷയങ്ങളെ ഏറ്റെടുക്കാൻ പോവുകയാണ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് മടുത്ത വിഷയത്തിനകത്ത്, നിങ്ങൾ കൈവിട്ട വിഷയത്തിനകത്ത്, അല്ലെങ്കിൽ അനേകരുടെ അടുത്ത് പോയി കൈ നീട്ടിയിട്ടും പ്രാർത്ഥിച്ചിട്ടും യാചിച്ചിട്ടും അവർ നിങ്ങൾക്ക് മുന്നിൽ മുഖം മറച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ നിമിഷം ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഇന്ന് ഇറങ്ങാൻ പോകുക. ആ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൊടാൻ പോകുക. വചനം ഇപ്രകാരം പറയുന്നു, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കുന്നത് എന്തെന്ന് നാം അറിയുന്നില്ല. അപ്പൊ നമ്മൾ അങ്ങോട്ട് പറയരുത്. ചില സമയത്ത് നമ്മൾ പറയൂ അല്ലേ, എനിക്കറിയത്തില്ല സിസ്റ്ററെ പ്രാർത്ഥിക്കാൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ സഹോദരൻ എനിക്കറിയത്തില്ല ഇതെങ്ങനെ ഈ വിഷയത്തെ ഓവർകം ചെയ്യുന്നു. ഇത് വ്യക്തമായി ദൈവത്തിന് നമ്മളെ അറിയാം. വ്യക്തമായി ദൈവം ഒരിക്കലും ഭയങ്കര കർക്കശക്കനായി നമ്മളോട് നീ അങ്ങനെ പ്രാർത്ഥിക്കണം, നീ ഇങ്ങനെ പ്രാർത്ഥിച്ചെങ്കിലേ എൻ്റെ വിഷയങ്ങളെ കേൾക്കുമെന്ന് ഒരു ശാഠ്യം പിടിക്കുന്ന ഒരു ദൈവമല്ല ഉള്ളത്. നമ്മളെ നന്നായി സ്നേഹിക്കുന്ന, നമ്മളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന സ്വർഗത്തിൽ ഒരു നല്ല അപ്പനായിട്ടാണ് ഇരിക്കുന്നത്. ഒരു ആമേൻ പറഞ്ഞാട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിച്ചിട്ടും കരഞ്ഞ് നിങ്ങളുടെ കണ്ണ് കലങ്ങിയിരിക്കുന്നവരാണെങ്കിൽ, ഹൃദയം കലങ്ങിയിരിക്കുന്നവരാണെങ്കിൽ, ഇന്ന് ആ സ്വർഗത്തിലെ പിതാവ് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമ്മൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, വചനം പറയുന്ന പോലെ അവൻ മുഖാന്തരം സകലതും നൽകാതിരിക്കുമോ? ഇന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു, നീ പ്രാർത്ഥിച്ചു മടുത്തെങ്കിൽ, നീ ബലഹീനപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ഹൃദയത്തെ തകർന്നുവെങ്കിൽ, വചനം പറയുന്നു നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ടതെന്ന് എങ്ങനെയാന്ന് അറിയില്ലെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ താഴോട്ട് വായിക്കും പറയുന്ന ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞാട്ടെ, എനിക്ക് വേണ്ടി എൻ്റെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന, എൻ്റെ ആത്മാവിലൂടെ പ്രാർത്ഥിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ടെന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആമേൻ. 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 ഇന്ന് നമുക്കറിയാം, ദൈവം ആഗ്രഹിക്കുന്ന പ്രാർത്ഥന ആത്മാവിൽ സത്യത്തിലുള്ള പ്രാർത്ഥനയാണ് അല്ലെ. യോഹന്നാൻ സുവിശേഷ പ്രകാരം. അപ്പം ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു അത് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. തീർച്ചയായിട്ടും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവിനാൽ ഉള്ള പ്രാർത്ഥന. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നമ്മൾ, അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസങ്ങളിൽ നിഖിൽ ബ്രദർ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് അന്യഭാഷ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന്റെ കാര്യം അത് തന്നെയാണ്. എന്നാൽ അന്യഭാഷ മാത്രമല്ല ആത്മാവിലുള്ള പ്രാർത്ഥന, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന പ്രാർത്ഥനകളുണ്ട്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ, നമുക്കറിയാം, ഞാൻ അന്യഭാഷയെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല, നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളതാണ്. നമ്മൾ വചനം പറയുന്ന പോലെ തന്നെ അന്യഭാഷയിൽ ആരാധിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്ര ആരാധിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു വിഷയത്തിൽ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കണമെന്ന് പറയുന്നത്?
നമ്മൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ മടുത്തു പോകുന്നത്? അതിനുള്ള വളരെ സിമ്പിളായ ഒരു ഉത്തരമാണ്. നമ്മൾ ഇന്നലെ സൂം മീറ്റിംഗിൽ ധ്യാനിക്കുകയുണ്ടായി. നമ്മൾ ഈ ഡിസേണിങ് സ്പിരിറ്റിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. നിങ്ങൾക്ക് മുമ്പിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ, ഒരു രോഗവുമായിട്ടൊരു വ്യക്തി വരുമ്പോൾ, ആ രോഗം മാറുന്നില്ലെങ്കിൽ ആ രോഗത്തിന്റെ പിന്നിൽ രോഗാത്മാവാണോ അല്ലെങ്കിൽ മറ്റൊരു കാരണമാണോ എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു പരിശുദ്ധാത്മാവിന്റെ ഡിസേണിങ് സ്പിരിറ്റിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ മുമ്പിൽ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുമ്പോൾ, നമ്മൾ ആത്മാവിൽ അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ ആ വിഷയത്തിന് പുറകിലുള്ള മൂല കാരണത്തെ വെട്ടിമാറ്റുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ പോലും അറിയാതെ ചില വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് മാറും അല്ലെ. നമ്മൾ വിശ്വാസത്താൽ ഈ മലയോട് കൽപ്പിക്കുമ്പോൾ അല്ലെ, അത് വേരോട് പറഞ്ഞ് അത് വീഴുമെന്ന് പറഞ്ഞതുപോലെ തന്നെ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ വിഷയങ്ങളെ നോക്കി കൽപ്പിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ നിന്ന് മാറിപ്പോവും. വചനത്താൽ ആ വിഷയങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പോൾ ഒരു കടബാധ്യതയിൽ കുരുങ്ങിയിരിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വചനമുണ്ട് അല്ലെ. എന്റെ ദൈവം എന്റെ ആവശ്യങ്ങളൊക്കെ ഈ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു വരും. ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു. എന്നിട്ടും നിങ്ങളുടെ മുമ്പിൽ ഒരു ആ ഒരു ചലനം കാണുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഡീപ്പായിട്ട് പ്രാർത്ഥിക്കണമെന്നാ. അതിനർത്ഥം നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണമെന്നാ. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ 2026 പ്രാർത്ഥനയുടെ വർഷം നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കാനിരുന്നാലും നിങ്ങൾ ആ ആത്മാവിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ ആത്മാവിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ, നിങ്ങളുടെ വിഷയത്തിന്റെ പുറകിലുള്ള ആ വേരോടെ ആ മൂലകാരണത്തെ പറിച്ചെറിയുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഓ റബശലഹസിയാരകന റീബാഷകസിയാരകന. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് പ്രാർത്ഥിച്ചിട്ടും മാറാതെ മൂലകാരണമായി നിൽക്കുന്നതിനെ ഇന്ന് ഈ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറിച്ചു മാറ്റാൻ പോവുകയായിരിക്കാം. അത് രോഗമായിരിക്കാം, സ്ഥലസംബന്ധമായ വിഷയമായിരിക്കാം, അല്ലെങ്കിൽ ഏത് വിഷയമായിക്കോട്ടെ. ഇന്നെന്ന് പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവെ ഞാൻ വിട്ടുതരിക, പരിശുദ്ധാത്മാവെ ഞാൻ വിട്ടുതരിക. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിന്റെ വേരോടെ ഹല്ലേലൂയ, ഇന്ന് വേരോടെ ചില കാരണങ്ങളെ ദൈവം പറിച്ചെറിയുക. ഓ റബശലഹസിയ ഖബറബന. ഇന്ന് പ്രാർത്ഥിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ലബറുഷ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ സമയത്തിന്റെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാവരും പറഞ്ഞാട്ടെ, എല്ലാവരും പരിശുദ്ധാത്മാവേ, ഞാൻ എന്നെ തന്നെ അങ്ങ് സമർപ്പിക്കുക, എന്റെ വിഷയങ്ങൾ അങ്ങ് സമർപ്പിക്കുക. എനിക്കറിയാം, നിങ്ങൾ അന്യഭാഷ ലഭിച്ചവരാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ഭാഗ്യം ചെയ്ത വ്യക്തികളാ. കാര്യം നിങ്ങൾ ആ ഒരു വിഷയത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അവരെ പുറകോട്ട് വലിക്കുന്ന ദുഷ്ട സൈന്യത്തിന്റെ ശക്തിനെ നിങ്ങൾ വെട്ടിമാറ്റുക. ഓ ഹറബ ഷെറ്റലബറബന. എത്ര പേർ വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ 2026 ഞാൻ എൻ്റെ കുടുംബത്തെ പണിയും. 2026 എന്നിലൂടെ എൻ്റെ കുഞ്ഞുങ്ങൾ പണിതു വരും, എന്നിലൂടെ എൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെടും, എന്നിലൂടെ ഞാൻ തുടർന്നോക്കിയും അനുഗ്രഹമായി തീരും, എൻ്റെ ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടും. എങ്ങനെയാണ് പ്രിയമുള്ളവരെ നമ്മൾ അതിനെ ബിൽഡ് ചെയ്യേണ്ടത്? എങ്ങനെയാ വിവേകമുള്ള സ്ത്രീ പണിയുന്നത്? ഈ ലോകത്തിലുള്ളവരെ ആശ്രയിച്ചിട്ടല്ല, ലോകത്തിലുള്ള വിവരങ്ങൾ നേടിയിട്ടല്ല, മറിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ. ഓ റബശലഹസിയാരമന. ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. ഓ ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നെന്ന് വചനം സ്പഷ്ടമായി പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുകൊണ്ട് ഇന്ന് വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. ഇനി ഞാൻ കരയത്തില്ല. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് എന്റെ ശരീരം കൊണ്ട്, എന്റെ വായ കൊണ്ട് പ്രാർത്ഥിച്ച് മടുത്ത ആ വിഷയങ്ങളെ ഞാൻ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, വചനം പറയുന്ന ഏറ്റെടുത്തുകൊണ്ട്, ഇന്ന് ഞാൻ അന്യഭാഷയിൽ യുദ്ധം ചെയ്യുമ്പോൾ, ആത്മാവിൽ ഞാൻ യുദ്ധം ചെയ്യുമ്പോൾ, അതിന്റെ മൂല കാരണങ്ങളെ, അതിന് പുറകിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളിലൂടെ പ്രവർത്തിക്കുന്ന ദുഷ്ടാത്മാ സേന ഇന്ന് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വെട്ടുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കാവേ. 1 മിനിറ്റ് അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചേ. ഇപ്പോൾ ദൂതന്മാർ ഇറങ്ങിയ ചില വിഷയങ്ങൾ മേൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങിയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ റബലശകസിയാഖലബന. കർത്താവിന് വ്യക്തമായി അറിയാം. വേണ്ട വിധം പോലെ പ്രാർത്ഥിക്കുന്നത് എന്തെന്ന് അറിയുന്നില്ല. ആത്മാവ് താൻ ഉച്ചരിച്ചുകൂടാത്ത ജനിക്കങ്ങളിൽ പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ വിഷയത്തെ ഓർത്ത്
പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ ഞാൻ അങ്ങേക്ക് വിട്ടുതരുന്നു. പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ. ഈ വിഷയത്തിനകത്ത് ഇന്നൊരു വിടുതല, ഇന്ന് വിശ്വസിച്ചാട്ടെ, ഇന്നൊരു വിടുതല, ഇന്ന് ഓ റാലേ ഷെക്കേവറ. വായി തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ, വായി തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. റീബാല ഷഗസിയാരകന തലമുറകളിൽ നിന്ന് വിടുവിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. മദ്യപാനത്തിൽ നിന്ന് ഓ യേശുവിന്റെ നാമത്തിൽ തെറ്റായ കൂട്ടുകെട്ടിൽ നിന്ന് അത് പുറത്തു വരികയാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ലെബാറുഷെറ്റേ റിബാലോ ഷഗസി. ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചേ, ഒരുമിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. എ സറലാഖെ ബറുഷഗസിയാരകന ലിബറുഷഗസിയാരകന ലെബറുഷകെ സെറ്റേ ബറഷഗസിയാരകന. ഹല്ലേലൂയ. സ്ഥലങ്ങൾ ഉണ്ടായിട്ടും അതിന്റെ നന്മ അനുഭവിക്കാൻ പറ്റാതെ വണ്ണം ഓ കെട്ടിവെച്ചിരിക്കുന്നതിനെ യേശുവിന്റെ നാമത്തിൽ തന്നെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ലെബറുഷെറ്റലെ ഖെറസിയാരകന റിബഷെഖസിയാരകന ലെബസുഖറബൻ എന്ന് വിളിച്ചു പറഞ്ഞാട്ടെ. എനിക്കെതിരെ ഉയരുന്ന ഒരായുധം ഫലിക്കത്തില്ല യേശുവിന്റെ നാമത്തിൽ. ഓ ഹറബസേഖർ. എനിക്കെതിരെ ഉയരുന്ന ഒരായുധം ഫലിക്കത്തില്ല. എന്റെ കുടുംബത്തിനെതിരായിട്ട് ഉയരുന്ന ഒരായുധം ഫലിക്കത്തില്ല യേശുവിന്റെ നാമത്തിൽ. വാതുറന്ന് പറഞ്ഞാട്ടെ. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ വാളാണ് ദൈവത്തിന്റെ വചനം. ഓ റേബസേഖറബൻ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആത്മാവിന് നിയന്ത്രിക്കാൻ പറ്റാത്ത, ആത്മാവിന് മാറ്റാൻ പറ്റാത്ത ഒരു വിഷയങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല പ്രിയരെ. യേശുവിന്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ. വർഷങ്ങളായിട്ടുള്ള രോഗത്തിന്റെ പിന്നിലുള്ള ദുരാത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കടക്കുരുക്കുകളെ യേശുവിനെന്ന് പ്രാർത്ഥിച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുക. പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുക. നോക്കിയിരിക്കില്ല. വായ് തുറന്ന് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ. 2026 നമ്മൾ ജയിക്കുന്ന വർഷമാണ്. ഹല്ലേലൂയ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. റെലബറുഷഹസിയാരഗന ഓ റബസെറ്റെ ഷെഖസിയാരവന ലിബറുഷകലഹറബന റിബസേഖറബന. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ നോക്കുന്ന, കുടുംബ ജീവിതത്തിന് ചലഞ്ചായി നിൽക്കുന്ന ഓ ശത്രുവിന്റെ പ്രവർത്തികളെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. Thank you Holy Spirit. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിന്റെ മൂല കാരണത്തെ നിങ്ങൾ വെട്ടിമാറ്റുക. ദൂതന്മാർ ഇറങ്ങി യേശുവിന്റെ നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത് ഇന്ന് കർത്താവിന്റെ ദൂതന്മാർ ഇറങ്ങിയ ഓ കോടതി മുറികളിൽ കർത്താവിന്റെ ദൂതൻ ഇറങ്ങിയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മുടങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസങ്ങളെ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതത്തെ കാണും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് വിശ്വാസ വീരന്മാർ ഓ ഹല്ലേലൂയ. വിശ്വാസ വീരന്മാർ എഴുന്നേറ്റ് വരട്ടെ. കർത്താവിന്റെ രാജ്യത്തിൽ പ്രവർത്തിക്കുന്ന ഓ റലശകറവന ആത്മാവിൽ നിറഞ്ഞ വചനമെന്ന വാളേന്തി നിൽക്കുന്ന ഓ ജയാളികളായി എഴുന്നേൽക്കട്ടെ. ഓ ശലവറവന. Oh, thank you, Lord Jesus. Hallelujah. 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 അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളെന്ന് വിശ്വസിക്കണം. ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആ പരിശുദ്ധാത്മാവിൽ നമുക്ക് കാണാൻ പറ്റാത്ത അദൃശ്യ ലോകത്തിലെ കരങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് വെട്ടിമാറ്റുക, ദൈവത്തിന്റെ ദൂതന്മാർ വെട്ടിമാറ്റുക. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, പിതാവ് ആഗ്രഹിക്കുന്നത് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരെയാണ്. അതിനർത്ഥം നിങ്ങൾ അല്ലാതെ പ്രാർത്ഥിച്ചാൽ ദൈവാത്മാവ് സ്വർഗത്തിലെ ദൈവം കേൾക്കുന്നില്ല. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അറിയുന്ന ദൈവമാണ് നമ്മുടെ പിതാവ്. സ്വർഗത്തിലെ അത്രയും നല്ലൊരു പിതാവാണ് നമുക്കുള്ളത്. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് ആത്മാവിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ, നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത മേഖലയിൽ ദൈവത്തിന്റെ ആത്മാവിന് എത്തിപ്പെടാൻ പറ്റും. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൂതന്മാർ വ്യാപരിക്കും. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാത്ത രീതിയിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ നിയന്ത്രിക്കും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ചില നിങ്ങൾക്ക് എല്ലാവർക്കും അന്യഭാഷ ഉണ്ടാവത്തില്ല, പക്ഷെ നിങ്ങൾ അന്യഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അന്യഭാഷ ലഭിക്കാൻ വേണ്ടിയിട്ട്.
യേശുവിനെ രക്ഷകരെന്ന് ഏറ്റു പറയണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരിക്കണം. അതിനർത്ഥം യേശുവിനെ രക്ഷകനും രക്ഷകർത്താവുമായി സ്വീകരിച്ച ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. നിങ്ങൾ എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ ഒരു വിഷയമായിട്ട് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷെ നിങ്ങളുടെ തലമുറയുടെ വിഷയമായിട്ടായിരിക്കും ആത്മാവിൽ പ്രാർത്ഥിക്കാനിരിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം കിട്ടുക, അല്ലെങ്കിൽ വേറൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിയോഗം കിട്ടുക. അങ്ങനെ എത്ര പേർക്ക് അങ്ങനെ ഒരു ലീഡിങ് വന്ന് എത്ര പേരുണ്ട് എന്നെ കേൾക്കുന്നവര്? നിങ്ങൾക്ക് അങ്ങനെ എപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആമേൻ ആമേൻ. കാര്യം നമ്മൾ പ്രാർത്ഥിക്കാനിരുന്നത് ചിലപ്പോൾ ഒരുപാട് ഭാരത്താൽ നമ്മൾ വേറൊരു വിഷയത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കാനിരുന്നത്. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഹൃദയത്തിലോട്ട് ഈ വിഷയം കയറി വരുക, അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. അതും ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന പ്രാർത്ഥന. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത്, നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ആ വിഷയങ്ങളെ ഇട്ടു തരികയാണ്. അത് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന പ്രാർത്ഥനയാ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു നിയോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുതേ. നിങ്ങൾക്ക് അങ്ങനെ ഒരു നിയോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചോണം. നമ്മൾ പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ ആത്മാവിൽ ചില ഡിക്ലറേഷൻസ് നടത്താനുണ്ട് ഇടയുണ്ടായി. നിങ്ങൾ നോട്ടീസ് ചെയ്ത് കാണുമായിരിക്കും. ഞാൻ ആ സമയത്ത് എൻ്റെ വായിലൂടെ ദൈവത്തിന്റെ, ഞാൻ അത് പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളല്ല, മറിച്ച് ആ ഇടപെട്ട കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ ആത്മാവ് സ്പർശിക്കാൻ പോകുന്ന വിഷയങ്ങളാ. ആമേൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രധാനമായിട്ടും തലമുറകളുടെ വിഷയത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്യും. തലമുറകളുടെ വിഷയത്തിൽ നിങ്ങൾ അവരെ എത്രത്തോളം, ഇപ്പൊ നിങ്ങൾ അവരെ നിങ്ങൾക്കെതിരെ നിന്ന് നിങ്ങൾക്കെതിരെ എതിര് പറയുന്ന മക്കളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ ഒരുപാട് ഭാരം തരുന്ന, അവര് മദ്യപാനത്തിലും മറ്റ് മോശപ്പെട്ട കാര്യങ്ങളിൽ പെട്ടുപോയവരായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, നിങ്ങളുടെ കുടുംബത്തിനകത്തിരുന്ന് നിങ്ങൾ പ്രാർത്ഥനക്കാരി എന്ന് പറഞ്ഞ് നിങ്ങളെ കളിയാക്കുമ്പോൾ, നിനക്ക് എപ്പോഴും പ്രാർത്ഥിക്കാൻ മാത്രം നേരമുള്ളെന്ന് പറഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ, നിങ്ങളുടെ തിരക്കിനടിയിലും എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഉണർന്നിരുന്ന നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, പിതാവ് ഇച്ഛിക്കുന്ന പോലെ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവിടെ പ്രവർത്തിക്കുക. ദൈവത്തിന്റെ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൂതന്മാർ ഇറങ്ങിയ. താങ്ക് യു ലോർഡ് ജീസസ്. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും കർത്താവ് ഞാനിനി പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ മടുത്തു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മടുക്കരുത്. നിങ്ങളുടെ അത്ഭുതം അടുത്തിരിക്കുക. നിങ്ങളുടെ അവകാശത്തിലേക്ക്, നിങ്ങളുടെ പ്രോമിസുകളിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുക പ്രിയരെ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശത്രു നിങ്ങളോട് വന്ന് പറയും, ഹല്ലേലൂയ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പിശാചിന് പേടിയാ. കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിലാ. നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ പിശാചിന് അറിയാം, ഇവൾ അനുഗ്രഹത്തെ പ്രാപിച്ചെടുക്കും, ഇവള് മുഖാന്തരം ആ കുടുംബം മുഴുവൻ രക്ഷയിലോട്ട് വരും, ഇവള് മുഖാന്തരം ആ കുടുംബത്തിലെ ആത്മാക്കൾ രക്ഷിക്കപ്പെടും. നമുക്കറിയാം യേശുവിലൂടെ മാത്രമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മാവ് രക്ഷിക്കപ്പെടത്തുള്ളൂ. യേശുവിനെ അറിഞ്ഞാൽ മാത്രമാണ് അവരുടെ നിത്യത, അത് നിത്യതയിലോട്ട് അവർ പ്രവേശിക്കത്തുള്ളൂ. നമ്മൾ മക്കൾക്ക് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, കാറിന് വേണ്ടി പ്രാർത്ഥിക്കും, വീടിന് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ ഹല്ലേലൂയ, ഞാൻ ഇന്ന് മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ ഈ ലോകത്തിലുള്ള സകലം നേടിയാൽ നിന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനമെന്ന് ദൈവത്തിന്റെ വചനം സ്പഷ്ടമായി പറയുന്നു. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ അമ്മമാരെ, എന്നെ കേൾക്കുന്ന പ്രിയ സിസ്റ്റേഴ്സിന്, ഇന്ന് എല്ലാ ദൈവമക്കളും നിങ്ങളുടെ കുടുംബത്തിലുള്ള രക്ഷ ഇന്ന് ദൈവാത്മാവ് നിങ്ങളിലൂടെ ചെയ്തെടുക്കും. ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ നീ വിശ്വസിച്ചുകൊണ്ട് നിന്റെ കുടുംബം മുഴുവൻ രക്ഷ പ്രാപിക്കും. നീ വിശ്വസിച്ച് ഒരു സാഹചര്യം ഇല്ലായിരിക്കാം, നിങ്ങൾക്ക് എതിർക്കുന്ന വ്യക്തിയായിരിക്കും, നിങ്ങളെ വഴക്ക് പറയുന്ന വ്യക്തിയായിരിക്കും പ്രാർത്ഥിക്കുന്ന. എന്നാൽ നാളെ നിങ്ങളോട് പറയും അവര്, നിന്റെ പ്രാർത്ഥന കൊണ്ടാ ഞാൻ നിലനിന്നേ, നിന്റെ പ്രാർത്ഥന കൊണ്ടാ ഞാൻ രക്ഷിക്കപ്പെട്ടെ, നിന്റെ പ്രാർത്ഥന കൊണ്ടാ ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിയെന്ന് നിങ്ങളോട് പറയക്കത്ത വിധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സാക്ഷിയാക്കാൻ പോവുക. ഹല്ലേലൂയ.
ഓ ശലബറസെറ്റെബറു ഷഹറബന റബസെറ്റെ ഷഹസിയാന കർത്താവിന്റെ സാന്നിധ്യം. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കും. ഓ ദൈവത്തിന്റെ ശക്തി അവിടെ വ്യാപരിച്ചാൽ ദൈവത്തിന്റെ ശക്തിക്കെതിരായിട്ട് നിൽക്കാൻ പറ്റുന്ന എന്താണോ ഉള്ളത് ദൈവമക്കളെ? ദൈവത്തിന്റെ ശക്തി അവിടെ വ്യാപരിച്ചാൽ അവന് കഴിയാത്തതായ എന്ത് കാര്യമായുള്ളത്? ദൈവത്തിന്റെ വചനം പറയുന്നു അവന് അസാധ്യമായ കാര്യം എന്തേലും ഉണ്ടോ? ഓ ദൈവത്തിന് കഴിയാത്ത കാര്യം വല്ലതുമുണ്ടോ? ഇന്ന് പറഞ്ഞാട്ടെ, വിഷയങ്ങളെ നോക്കി പറഞ്ഞാട്ടെ, ഓ യേശുവിന്റെ നാമത്തിൽ, ഓ ഹല്ലേലൂയ, എന്റെ ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യമില്ലെന്ന് പറഞ്ഞാട്ടെ, എന്റെ കർത്താവിന് അസാധ്യമായ ഒരു കാര്യമില്ലെന്ന് പറഞ്ഞാട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തെ നോക്കി പറഞ്ഞാട്ടെ, ഏത് വിഷയമായിട്ടും എന്റെ ദൈവത്തിന്റെ ശക്തിയാൽ, ഓ ഹല്ലേലൂയ, ഇന്ന് സകല വിഷയങ്ങളും എനിക്ക് വേണ്ടി മുട്ടുമടക്കുമെന്ന് പറഞ്ഞാട്ടെ. ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, പക്ഷെ നിങ്ങൾ വായ തുറന്ന് പറഞ്ഞാട്ടെ. വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. നമ്മൾ വായ തുറന്ന് പറയുമ്പോൾ ഹല്ലേലൂയ അത് സംഭവിക്കുക. നിങ്ങളുടെ വിഷയങ്ങളെ നിങ്ങൾക്ക് മാത്രം അറിയത്തുള്ളൂ, എന്നാൽ ദൈവത്തിന് അതറിയാം. ഞങ്ങൾക്ക് ചുറ്റിയിരിക്കുന്നവർക്ക് അറിയത്തില്ല, പക്ഷെ നിങ്ങൾ അത് പറഞ്ഞാട്ടെ. ഇന്ന വിഷയം, എന്റെ കുഞ്ഞിന്റെ വിഷയം, എന്റെ കടബാധ്യത, ഏത് വിഷയമാട്ടെ, യേശുവിന്റെ നാമത്തിൽ നിന്ന് ദൈവത്തിന്റെ ശക്തിയുടെ മുമ്പിൽ ഇന്ന് മുട്ടുമടക്കിയാന്ന് പറഞ്ഞാട്ടെ. ഓ ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. വായടച്ചു വെച്ചോണ്ടിരിക്കരുതേ, ഡിസ്ട്രാക്ഷനോട് പോകരുതേ. ഇത് ദൈവം പ്രവർത്തിക്കുന്ന സമയമാ. ദൈവ സാന്നിധ്യത്തിന് വില കൊടുത്ത് ഇന്ന് വിശ്വാസത്താൽ വിളിച്ചു പറഞ്ഞാട്ടെ, എന്റെ കുഞ്ഞുങ്ങളുടെ വിഷയം ഇന്ന് മുട്ടുമടക്കുക, എന്റെ കുടുംബത്തിലെ വിഷയം ഇന്ന് മുട്ടുമടക്കുക, എന്റെ സ്ഥലസംബന്ധമായ വിഷയം ഇന്ന് മുട്ടുമടക്കുക, ഇന്ന് ജോലി സംബന്ധമായ വിഷയങ്ങൾ ഹല്ലേലൂയ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം വെച്ച് യേശുവിന്റെ നാമത്തിൽ നിന്ന് മുട്ടുമടക്കുക എന്ന് പറഞ്ഞാട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ. വചനത്തിലൂടെ നമ്മൾ വീണ്ടും വരുമ്പോൾ ഇങ്ങനെ പറയുന്നു, ആത്മാവ് ഉച്ചരിച്ചു കൂടാത്ത ഞെരുക്കങ്ങളാൽ നമ്മൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിച്ചു മടുക്കുന്ന സമയത്ത്, ഓ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കുമ്പോൾ അവൻ ആ പ്രാർത്ഥന ഏറ്റെടുക്കുന്നു. അതിന്റെ റോമർ 8 തന്നെ 26 അധ്യായമാണ് നമ്മൾ വായിച്ചത്. അതിന് 27 പോകുമ്പോൾ അതിന്റെ തുടർച്ചയായി നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. നമ്മൾ ഇതിന്റെ വേറൊരു വലിയ മഹത്തായ കാര്യം എന്നു പറഞ്ഞാൽ പലരും ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ദൈവം നമ്മളെ ദൈവത്തിന്റെ ഹിതത്തിലേക്ക് നയിക്കുക. ഹല്ലേലൂയ. എത്ര പേര് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് പിതാവ് നമ്മളോട് നിങ്ങൾ പ്രാർത്ഥിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം, സത്യത്തിൽ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം റോമർ 8 27 അധ്യായത്തിൽ പറയുന്നു, ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ ഹിതപ്രകാരം ഞാൻ പ്രാർത്ഥിക്കാൻ പോവാന്ന് പറഞ്ഞാട്ടെ. ആമേൻ. നമുക്കറിയാം, നമ്മൾ സൂമിൽ കൂടുന്ന അനേകം പേരുണ്ട്. ചില വിഷയങ്ങൾ വരുമ്പോൾ നമുക്കറിയത്തില്ല ദൈവത്തിന്റെ ഹിതം ഏതാന്ന്, അല്ലേ? അപ്പൊ നമ്മൾ ഓടി നടക്കുക, അവിടെ അവരോട് ചോദിക്കും, ഇവരോട് ചോദിക്കും. ദൈവം മറിച്ച് നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനോട് ചോദിക്കുക. നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് എന്നെ വെളിപ്പെടുത്തി തരണമേ, അതിലെന്നെ ലീഡ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ ആത്മാവിൽ അന്യഭാഷകൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവഹിതത്തിലേക്ക് ദൈവം നിങ്ങളെ നയിക്കും. ദൈവഹിതത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇതുവരെ അനുഭവിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇനി മുതൽ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കണം. കാര്യം ദൈവം ആ ഒരു ലെവലിലേക്ക് നിങ്ങളെ വളർത്താൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു നമ്മുടെ ജീവിതത്തിൽ വളർച്ച ആവശ്യമാണ്. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിന്റെ ഹിതത്തിൽ നടക്കുവാൻ? ആമേൻ. ദൈവത്തിന്റെ ഹിതത്തിൽ നടക്കുവാൻ, ദൈവത്തിന്റെ ഹിതത്തിൽ പ്രാർത്ഥിക്കുവാൻ. അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ ഹിതത്തിൽ നടക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മുന്നിൽ വെളിപ്പെടുന്നത് അത്ഭുതങ്ങളായിരിക്കും. നമ്മുടെ ബുദ്ധിയിൽ പല വിധത്തിലുള്ള പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്, പല രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ ദൈവത്തിന്റെ ഹിതത്തിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ അത് അസാധാരണമായ സാക്ഷ്യങ്ങളായിരിക്കും. യേശുവിന്റെ നാമത്തിൽ പറഞ്ഞാട്ടെ, 2026 നടക്കാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങൾക്കകത്ത് യേശുവിന്റെ നാമത്തിൽ അസാധാരണമായ സാക്ഷ്യങ്ങൾ ഉണ്ടാവും എന്ന് പറയാം. അൺയൂഷ്വൽ ടെസ്റ്റിമണീസ്. ഓ ഹാലെ, സൂപ്പർ നാച്ചുറൽ ടെസ്റ്റിമണീസ്. പറഞ്ഞാട്ടെ, വാ തുറന്ന് പറഞ്ഞാട്ടെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ അസാധാരണമായ സാക്ഷ്യങ്ങൾ ഞാൻ പറയുമെന്ന് പറഞ്ഞാട്ടെ. യേശു വാ തുറന്ന് പറഞ്ഞാട്ടെ,
പറഞ്ഞാട്ടെ, ഡിക്ലെയർ ചെയ്താട്ടെ. ദൈവ സാന്നിധ്യത്തിലാന്ന് ഡിക്ലെയർ ചെയ്യുന്നപ്പോൾ അത് സംഭവിക്കുക ദൈവമക്കളെ, യേശുവിന്റെ നാമത്തിൽ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ ആമേൻ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഓ റബല ഷെഖസിയാഖ ബറൂസിയാരഗന. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഓ റബ സെഖെ ബറ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമുക്കറിയാം നമ്മൾ തുടങ്ങി വെച്ചത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. എന്ത് പ്രാർത്ഥനയാണ് ദൈവം ആഗ്രഹിക്കുന്ന പ്രാർത്ഥന? ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം, പ്രാർത്ഥിക്കണം എന്ന ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി യോഹന്നാന്റെ സുവിശേഷം 4:23 പറയുന്നു. അപ്പൊ നമ്മൾ അതിന്റെ അകത്ത് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതിൽ തുടങ്ങിയത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇനി എങ്ങനെയാണ് സത്യത്തിൽ ആരാധിക്കുന്നത് എന്നുള്ള ഒരു ഭാഗമുണ്ട്. പക്ഷെ ഇതുപോലെ നമ്മൾ അതിനെ തുടങ്ങി വന്നിട്ടുള്ളൂ. ഇത്രയുമാണ് ഞാൻ ഈ പറഞ്ഞത്. നമുക്ക് സമയത്തിന്റെ പരിമിതികൾ ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളോടൊന്ന് ചുരുക്കി പറയുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചു വേണം പ്രാർത്ഥിക്കാനിരിക്കാൻ. നിങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ നിങ്ങൾ ആദ്യം വിളിക്കേണ്ടത്, ആദ്യം നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ വിഷയങ്ങളെ അല്ല. എല്ലാവരും കേട്ടെ, നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങളെ അല്ല ആദ്യം പറയേണ്ടത്. നിങ്ങളുടെ വിഷയമായി വരുന്നതിന് മുമ്പ് തന്നെ കർത്താവിനെ അറിയാം. മറിച്ച് നിങ്ങൾ മുട്ടുമടക്കുമ്പോൾ ആദ്യം വിളിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എല്ലാരും അവിടെ തന്നെ ഉണ്ടോ? എല്ലാരും അവിടെ തന്നെ ഉണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോടൊന്ന് സംസാരിക്കുക. കാര്യം നിങ്ങൾ വളരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു, നിങ്ങൾ മാനിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ ചെയ്തെടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എന്നെ കേട്ടെ, എന്റെ പ്രിയരെ എന്നെ കേട്ടെ, ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പറ്റി നമ്മൾ വേറെ ദിവസം നമുക്ക് ധ്യാനിക്കാം. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പറ്റി വചനം പറയുന്നത്, അവൻ നമ്മുടെ സഹായകനാന്നാ പറയുന്നത്. അവൻ നമ്മുടെ സഹായകന, നമ്മുടെ കൂടെ 24 മണിക്കൂർ നടക്കുന്ന ഒരു സഹായകനാ. നല്ലൊരു ആത്മാവാ. ദൈവത്തിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന അതേ ആത്മാവ് തന്നെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഞാൻ ഒരു വചനം കൂടെ വായിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഈ 2026 പ്രാർത്ഥനയുടെ വർഷമാണ്. 2026 പ്രാർത്ഥനയുടെ വർഷമാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരു പ്രാർത്ഥനയില്ല. പരിശുദ്ധാത്മാവിലുള്ള ആശ്രയിക്കാത്ത ഒരു പ്രാർത്ഥനയും അത് പ്രാർത്ഥനയല്ല. ഒരു പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്ന പ്രാർത്ഥനകൾക്കകത്ത് അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും വീര്യപ്രവർത്തികളെയും കർത്താവ് ചെയ്തെടുക്കും. ഇന്ന് പറഞ്ഞാട്ടെ, എന്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും 2026 ഞാൻ കാണുമെന്ന് പറഞ്ഞാട്ടെ, യേശുവിന്റെ നാമത്തിൽ. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഇന്നെല്ലാരും എന്നെ കേട്ടെ, ഇന്നെല്ലാരും എന്നെ കേട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളൊന്ന് ഒരു നിമിഷം നിങ്ങൾ സൈലന്റ് ആയിട്ട് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവോട് സംസാരിച്ചേ. പരിശുദ്ധാത്മാവ് ഇന്ന് വരെ ഞാൻ പ്രാർത്ഥിച്ചതില്ല, ഞാൻ അങ്ങേ ആശ്രയിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് വരെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്റെ അറിവില്ലായ്മ മൂലം ഞാൻ അങ്ങേ എന്താ പറയാ, അങ്ങേ ആരാധിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, അങ്ങേ ശ്രദ്ധിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, എന്റെ കൂടെ ഉണ്ടായിട്ട് ഞാൻ അങ്ങേ ശ്രദ്ധിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവേ ഇപ്പോൾ ഞാൻ ഏറ്റുപറയുന്നു, പരിശുദ്ധാത്മാവേ എന്റെ കൂടെ അങ്ങ് നടക്കണം. അങ്ങയുടെ സാന്നിധ്യം എനിക്ക് അറിയണം, അങ്ങിൽ നിന്ന് എനിക്ക് കേൾക്കണം. ഹല്ലേലൂയ. ഇന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇല്ലാത്ത പ്രാർത്ഥന പിതാവിനെ പ്രീതിപ്പെടുത്തുന്ന പ്രാർത്ഥന അല്ല ദൈവമക്കളെ. ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, those who pray to God, they must pray in spirit and truth. Hallelujah. ഇതെന്ന് പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിലോട്ട് കടന്നു വരണമേ. പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിനകത്ത് കടന്നു വരണമേ. എന്നെ പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. ആരാധിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഓ റാവ ഷഹസിയാറബനെ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും വ്യക്തിപരമായിട്ട് കണ്ണുകൾ അടച്ചേ, എല്ലാവരും കണ്ണുകൾ അടച്ചേ. പരിശുദ്ധാത്മാവെന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ അങ്ങയുടെ സാന്നിധ്യത്തെ എനിക്ക് അറിയണം. ഇന്ന് വരെ ദൈവ സാന്നിധ്യം അനുഭവിക്കാത്തവരാണ് ഇപ്പോൾ ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പോവുക. നിങ്ങളൊന്ന് ആഗ്രഹിച്ചേ. ഇന്ന് വരെ അന്യഭാഷ ലഭിക്കാത്തവരുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവ നിങ്ങളുടെ നാവിന്മേൽ തൊടുന്നത് ഒന്ന് പ്രാർത്ഥിച്ചേ. ഓ പരിശുദ്ധാത്മാവ് എന്റെ നാവിന്മേൽ തൊടണമേ. പരിശുദ്ധാത്മാവ് എന്റെ നാവിന്മേൽ തൊടണമേ. 2026 പ്രാർത്ഥനയുടെ വർഷമാകുമ്പോൾ ഹല്ലേലൂയ, ആ കർത്താവിലെ നിങ്ങളേക്ക് അടുപ്പിക്കാൻ ദൈവം അയച്ചിരിക്കുന്ന സഹായകനാണ് പരിശുദ്ധാത്മാവ്. ഒന്ന് പ്രാർത്ഥിച്ച്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ, അങ്ങിൽ നിന്ന് കേൾക്കുവാൻ, ദൈവഹിത പ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ ആത്മാവ് ചിലരെ സ്പർശിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ.
ഇന്ന് സ്പർശിക്കുക. ഹല്ലേലൂയ. ഓ റബശക സിയാരകന. ഹോളി സ്പിരിറ്റ് ടച്ച് ദം ഓൾ. ഹോളി സ്പിരിറ്റ് ടച്ച് ദം ഓൾ. ഹോളി സ്പിരിറ്റ് ഹല്ലേലൂയ. ഓ റബശക സിയാരകന. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിച്ചാട്ടെ, കർത്താവെ അങ്ങയുടെ സാന്നിധ്യം എനിക്ക് ഒന്ന് അനുഭവിക്കണം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഒന്ന് അനുഭവിക്കണം എന്ന് ഇന്ന് സംസാരിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് സംസാരിച്ചാട്ടെ. ഹല്ലേലൂയ. ഹോ തെറാസെ നെമറുഷ ഹസഠാബുല ഹസിയ. ചിലരെ ദൈവം തൊടുകയാട്ടോ. തൊടുക യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രോഗമുള്ള സ്ഥലത്തോട്ട് കൈകൾ വെച്ച് യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് തൊടുക. ഓ ഐ റിലീസ് ദ അനോയിന്റിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ചിലർ ആ നാവിന്മേൽ ദൈവം തൊടുക. ഹറബസെറ്റെ ആ നാവിന്മേൽ തൊടുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് റിലീസ് ദ അനോയിന്റിംഗ് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. അന്യഭാഷകളാൽ നിറയപ്പെടട്ടെ. സൗഖ്യങ്ങളെ ഞാൻ റിലീസ് ചെയ്യുക ഇൻ ദ നെയിം ഓഫ് ജീസസ്. കൈയെടുത്ത് വെച്ചാട്ടെ. ഐ ക്യാൻ ഫീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. റബസിക്കായി പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ചോദിക്കുക, എവിടെ ഭാരമുണ്ടോ, നിങ്ങൾ ഹൃദയത്തിനകത്ത് ഭാരപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ, someone is hearing me, those who cannot sleep well, രാത്രി ഉറക്കമില്ലാത്ത അവസ്ഥകൾ ഇപ്പോൾ സൗഖ്യമാകുക. ഹൃദയത്തിലെ ആൻസൈറ്റികളെ കർത്താവ് എടുത്ത് മാറ്റുക. ഓ പരിശുദ്ധാത്മാവ് തൊടുക. കൈകളെടുത്ത് തലയിലോട്ട് വെച്ചേ. കൈകളെടുത്ത് തലയിലോട്ട് വെച്ച് പരിശുദ്ധാത്മാവേ ടച്ച് മീ ഹോളി സ്പിരിറ്റ്. ഓ ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പറയുന്ന ഈ വചനങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ എത്രത്തോളം നടക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടാൻ പോകുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് പല രീതിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അത് ഒരു വലിയൊരു സമാധാനമായി നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അസാധാരണമായ ഒരു സന്തോഷമായി നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. കർത്താവിന്റെ ഒരു വലിയ ശരീരത്തിൽ വൈബ്രേഷനുകളായി, വലിയൊരു ചൂടായി, തണുപ്പായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഹോ റബസെറ്റെ റിലീസ് ദ അനോയിന്റിംഗ് റൈറ്റ് നൗ. റിസീവ് ഇറ്റ്. യേശുവിന്റെ നാമത്തിൽ പറഞ്ഞാട്ടെ, ഐ വാണ്ട് ടു എക്സ്പീരിയൻസ് യു ഹോളി സ്പിരിറ്റ്. അങ്ങയുടെ സാന്നിധ്യം എനിക്കൊന്ന് അനുഭവിക്കണം എന്ന് പറഞ്ഞാട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ ഷട്ടറബസി അരഗന ലബറുഷെ സിയാരഗന ലെബറുസി എലെ ഖറാറ്റെ ഷെഡുറുസി ഖബറു ടലാസി അരഗന. താങ്ക് യു ഹോളി സ്പിരിറ്റ്. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Oh, thank you, Holy Spirit. Hallelujah. Thank you, Jesus. Hallelujah. Thank you, Jesus. So ഷഹസിയാരകന. വായ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന്റെ വലിയൊരു സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ഹാലലൂയ. ഞാൻ ഒരു വചനങ്ങളോട് നിങ്ങളോട് ഞാൻ പറയാം. ഒരു വചനം കൂടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കയറാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യം ഒരാൾ ഒന്നോട് വായിക്കാമോ? 14:26. ഹാലലൂയ. താങ്ക് യു ജീസസ്. ഒന്ന് വായി തുറന്ന്. മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒരാൾക്ക് ഒന്ന് വായിക്കാമോ? യേശുവിന്റെ നാമത്തിൽ. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ആമേൻ. 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 ഒന്നുകൂടെ വായിച്ച സിസ്റ്റർ, ഉറക്കെ വായിച്ച. എല്ലാവരും ശ്രദ്ധിച്ചേ. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ആമേൻ. സോ നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, ബട്ട് ദ ഹെൽപ്പർ ദ ഹോളി സ്പിരിറ്റ്, നമ്മളെ സഹായിക്കുന്ന ആത്മാവ്. അപ്പൊ എന്താണ് പിതാവ് ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥന? ഞാൻ ഇതിന് ചേർത്ത് ഞാൻ പറയുകയാണ്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലെ സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. അപ്പൊ പിതാവ് ഇച്ഛിക്കുകയാണ്, പിതാവ് ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നു, ദൈവം ആത്മാവാകുന്നതുകൊണ്ട് അവനെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കണം. ആത്മാവിൽ സത്യത്തിലും ആരാധിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആത്മാവിനെ ആവശ്യമുണ്ടെന്ന് അറിയുന്ന നല്ല പിതാവ് ഈ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 26-ാം അധ്യായത്തിൽ ഇപ്രകാരം വരുന്നു, പരിശുദ്ധാത്മാവ് എന്ന സഹായകനെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ ഒന്നും കൊണ്ടും ഭാരപ്പെടണം. എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, പരിശുദ്ധ ആത്മാവ്, ദൈവത്തിന്റെ ഉള്ളിൽ വസിക്കുന്ന അതേ ആത്മാവ്, സകലത്തെ നിർമ്മിച്ച, സകലത്തെയും നേടുവാൻ കഴിയുന്ന, സകലത്തെ ഏത് വിഷയത്തെ മാറ്റാൻ കഴിയുന്ന ദൈവത്തിന്റെ അതേ ആത്മാവ് നിങ്ങൾക്ക് സഹായകനായിട്ട് ലഭിച്ചിരിക്കുന്നത്. താങ്ക് യു ജീസസ്. നന്ദി പറഞ്ഞാട്ടെ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനായി നന്ദി കർത്താവ് എന്ന് പറഞ്ഞാട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ് ഫോർ യുവർ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ.
ഹാലലൂയ. താങ്ക് യു ജീസസ്. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹാലലൂയ. നന്ദി യേശുവേ. ഹാലലൂയ. എന്നെ കേട്ടെ പ്രിയരെ, എന്നെ കേട്ടെ. ഇന്ന് ദൈവത്തിന് പിതാവ്, സ്വർഗത്തിലിരിക്കുന്ന പിതാവ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളോട് വെളിപ്പെടുത്തിയത്. അവൻ ആത്മാവിൽ സത്യത്തിൽ നമ്മൾ അവനെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ആ പിതാവ് നമുക്ക് സഹായകനായി നൽകിയിരിക്കുന്നു. പ്രാർത്ഥിക്കാൻ മാത്രമല്ല അവൻ സഹായകനായി നൽകിയിരിക്കുന്നു. 24 മണിക്കൂറും നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ആത്മാവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അതിനുള്ള തെളിവുണ്ടോ? ബൈബിളിനകത്ത് അതിന്റെ തെളിവ് വ്യക്തമായി പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ എടുക്കേണ്ട, ഞാൻ ശ്രദ്ധിച്ചാൽ മതി. 1 കൊരിന്ത്യർ എല്ലാവരും നോട്ട് ചെയ്യണം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇന്ന് ആ പരിശുദ്ധാത്മാവ് എവിടെയാ വസിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ വസിക്കുക. എന്തിനാ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്? നമ്മളെ സകലത്തിൽ സഹായിക്കാൻ. ബിക്കോസ് ഹീസ് അവർ ഹെൽപ്പർ, ഹീസ് അവർ ഹെൽപ്പർ, ഹീസ് അവർ കംഫർട്ടർ. നമ്മളെ സഹായിക്കുകയും നമ്മളെ ഉപദേശിച്ച് വഴി നടത്തുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിന്റെ ആത്മാവ്, അതേ ദൈവം തന്നെ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത്. ഹാലലുയ. ഇന്ന് വിശ്വസിച്ചാട്ടെ. 2026 പ്രാർത്ഥനയുടെ വർഷമെന്ന് വിളിച്ചു പറയുമ്പോൾ 2026 പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വർഷമായിട്ട് ഇന്ന് മാറാൻ പോകുക. ഹാലലുയ. എല്ലാവരും വാതുറന്ന് പ്രാർത്ഥിച്ച നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹാലലുയ. രോഗമുള്ളവർ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവ് എന്നെ സ്പർശിക്കണമേ, ഇന്ന് എന്നെ അഭിഷേകത്താൽ നിറയ്ക്കണമേ, അങ്ങനെ അഗ്നിയാൽ എന്നെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒരു 15 മിനിറ്റ് നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പോകുക. വലിയ അത്ഭുതങ്ങൾ നടത്താം, വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മ്യൂട്ടുകളെ മാറ്റി പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഓ ഹാലലുയ, പിതാവ് ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥന, ഓ സകലത്തെയും നമ്മൾ ദൈവത്തിന്റെ ഹിതപ്രകാരം പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ വാതോർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഇന്ന് പരിശുദ്ധാത്മാവേ എന്റെ ഉള്ളിൽ നിറയണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവേ നടത്തണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രോഗങ്ങൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ. ഹാലലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് രോഗങ്ങൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ. ആത്മാവിൽ നിറയപ്പെടട്ടെ. അന്യഭാഷകളാൽ നിറയപ്പെടട്ടെ. അന്യഭാഷകളാൽ നിറയട്ടെ. പുതുഭാഷകളിൽ സംസാരിക്കട്ടെ. കരങ്ങളെ അടിച്ച് ദൈവത്തെ അന്യഭാഷ പറഞ്ഞ, കരങ്ങളെ അടിച്ച് ദൈവത്തെ അന്യഭാഷ പറഞ്ഞാട്ടെ. ഇരിക്കുന്ന ഓ കൈകളെ അടിച്ച് അന്യഭാഷ പറഞ്ഞാട്ടെ. അന്യഭാഷ പറഞ്ഞാട്ടെ. അന്യഭാഷ ഇല്ലാത്തവർ പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവേ അങ്ങയുടെ ശക്തി എന്നിൽ നിറയ്ക്കണമേ. പിതാവിച്ചിരിക്കുന്ന പോലെ പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥനയിൽ. ഹാലലൂയ. ഇന്ന് സകലത്തെ പണിയുവാൻ ദൈവം എന്നെ കണ്ടിരിക്കുന്നു. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. കുടുംബത്തിൽ അനുഗ്രഹമായി, കുടുംബത്തിന് ഒരു വിളക്കായി ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ചില അപവാദികളുടെ നാവ് ദൈവം എന്ന് അടയ്ക്കുക. നിങ്ങൾക്കെതിരെ അപവാദം പറയുന്നവരുടെ നാവിനെ ദൈവം എന്ന് അടയ്ക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നീ ദൈവത്തിന്റെ മകളെന്ന് കർത്താവ് തെളിയിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ. 2026 ഹാലലൂയ. നിനക്ക് വേണ്ടി അടിച്ചമർന്ന്, നിനക്ക് വേണ്ടി പുറകിൽ നിന്ന് കുത്തിയവരുടെ മുമ്പിൽ ദൈവം നിന്നെ മാനിക്കാൻ പോകുന്ന വർഷമാണ്. കരങ്ങളടിച്ച് പ്രാർത്ഥിച്ചേ. ഓ കരങ്ങൾ അടിച്ച് അന്യഭാഷ പറഞ്ഞ് ഇരിക്കുന്ന ഏരിയയിൽ. ഹാലലൂയ. അത്ഭുതത്തെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് ദൂതന്മാർ ഇറങ്ങട്ടെ. അപവാദികളെ വായകൾ അടയട്ടെ. യേശുവിന്റെ നാമത്തിൽ. കടക്കുടുക്കുകൾ അഴിഞ്ഞു വരട്ടെ. കടക്കുടുക്കുകൾ അഴിഞ്ഞു വരട്ടെ. കടം മേടിച്ച് മടുത്തുപോയ അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ. ഐ സ്പീക്ക് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ. യേശുവിന്റെ നാമത്തിൽ. സാമ്പത്തികമായ വിടുതലിനെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഇന്ന് ആത്മാവിൽ പോരാടിക്കുക. ആത്മാവിൽ പോരാടിക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത വിഷയങ്ങൾ, നിങ്ങളുടെ വിഷയങ്ങൾക്ക് പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദുഷ്ടന്റെ വ്യാപാരങ്ങളെയും അതിന്റെ മൂല കാരണത്തെ അതിന്റെ വേരോടെ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറിച്ചു മാറ്റുക. വായ് തുറന്ന് യുദ്ധം ചെയ്ത് യേശുവിന്റെ നാമത്തിൽ. When you pray in the spirit, you are in a war, you are in a battle. Hallelujah. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. നിങ്ങൾ അന്യഭാഷകളിൽ ആരാധിക്കുമ്പോൾ, ഓ ഹാലലൂയ, നിങ്ങൾ
ദൂതന്മാരോട് സംസാരിക്കുന്നു. നിങ്ങൾ ദൂതന്മാരോട് സംസാരിക്കുന്നു. ചില അന്യ ഭാഷകൾ ദൂതന്മാരുടെ ഭാഷകളുണ്ട്. യേശുവിന്റെ നാമത്തിൽ കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിച്ച് ആൻസൈറ്റികൾ മാറട്ടെ. ഉറക്കമില്ലാത്ത അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഇന്ന് അത്ഭുതത്തെ കാണും. 2026 ജയത്തിന്റെ വർഷമാ. 2026 പരിശുദ്ധാത്മാവിന്റെ കൂടെ ജയാളിയായി നടക്കുന്ന വർഷമാ. In the name of Jesus. Thank you Holy Spirit. In the name of Jesus. ദൈവത്തിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന അതേ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന അതേ ആത്മാവിനെ നിങ്ങൾ വഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ Thank you Holy Spirit. യേശുവിന്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഓ നന്ദി കർത്താവേ. ഓ In the name of Jesus. പ്രാർത്ഥിച്ചേ ഇന്ന് എല്ലാ കടങ്ങളുടെ പുറകിൽ, കടബാധിതകൾക്ക് പുറകിൽ, തലമുറകൾക്ക് പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദുഷ്ടന്റെ പ്രവർത്തികളെ യേശുവിന്റെ നാമത്തിൽ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. ശാപങ്ങൾ കുടുംബത്തിൽ വിട്ടുമാറട്ടെ. പാരമ്പര്യ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ വെട്ടിമാറ്റുന്ന കർത്താവേ. കർത്താവെ അതിന് പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്പിരിറ്റുകളെ, എല്ലാ ഈവിൾ സ്പിരിറ്റുകളെ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. Thank you Holy Spirit. ഇന്ന് പറഞ്ഞാൽ ഇന്ന് എന്റെ ദിവസമായി യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ അത്ഭുതത്തെ കാണും. വിളിച്ചു പറഞ്ഞാട്ടെ പരിശുദ്ധാത്മ ശക്തിയാൽ. ഹല്ലേലൂയ. വചനങ്ങളെ വിളിച്ചു പറഞ്ഞാട്ടെ ഞാനും എന്റെ കുടുംബം ഞങ്ങൾ യഹോവയെ സേവിക്കും. എന്റെ തലമുറകൾ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവർ അവരുടെ സമാധാനം വലുതുമായിരിക്കും. ഓ എന്റെ തലമുറകളെ കണ്ടെടുക്കുകയും യഹോവ അനുഗ്രഹിച്ച് സത്യത്തിൽ പറയും. ഓ പരിശുദ്ധാത്മാവേ ഇന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. In the name of Jesus. ദൈവഹിത പ്രകാരം പ്രാർത്ഥിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നല്ലോ അപ്പ. നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവാത്മാവ് നിയോഗം തരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് തോന്നുന്ന, നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ ഏതെങ്കിലും പേരുകളെ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. കണ്ടിന്യൂ ചെയ്ത് യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുക. In the name of Jesus. അത്ഭുതത്തെ കാണും. In the name of Jesus. Hallelujah. യേശുവിന്റെ നാമത്തിൽ ഹൃദയത്തിനകത്ത് ദൈവാത്മാവ് തോന്നുന്ന വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളായിരിക്കാം. വേറൊരു ദേശത്തെ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കുക. നിങ്ങൾക്ക് നിയോഗം തരിക പ്രാർത്ഥിക്കാൻ യേശുവിന്റെ നാമത്തിൽ. മ്യൂട്ടുകൾ മാറ്റി പ്രാർത്ഥിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ. Thank you Holy Spirit. സൗമ്യ എന്നൊരു പേര് കർത്താവിനെ കാണിക്കുന്നു. സൗമ്യയുടെ ജീവിതത്തിൽ കർത്താവ് വലിയൊരു ബ്രേക്ക് ത്രൂനെ ചെയ്യുക യേശുവിന്റെ നാമത്തിൽ. ഓ നമ്മൾ ആത്മാവിലാണ് സഹോദരങ്ങളെ പ്രാർത്ഥിക്കുന്ന. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് നിയോഗം തരുമ്പോൾ പ്രാർത്ഥിക്കണമേ യേശുവിന്റെ നാമത്തിൽ. ഓ in the name of Jesus. Hallelujah. ഓ Thank you Holy Spirit. Oh hallelujah. In the name of Jesus. Hallelujah. എൽസമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ. എൽസമ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കെവിനെ അനുഗ്രഹിച്ച്
പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവ് വെളിപ്പെടുത്ത സകല പേരുകളെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തൊടണമേ. ഓ മല്ലികയ്ക്ക് മോഹിക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഹറബ സേഖാര ശഗസിയാരബന. ഹോളി സ്പിരിറ്റ് ടച്ച്, ഹോളി സ്പിരിറ്റ് ടച്ച് ദം. ഹല്ലേലൂയ. റബ സേറ്റേ ശേഖര ഹസിയാരഗന. ദീപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനീമിക്കായിട്ടുള്ള യേശുവിന്റെ സൗഖ്യത്തെ കൽപ്പിക്കുന്നു. ഐശ്വര്യയുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപിക്കട്ടെ. ഓ റബ സേഖ. ശ്രുതിയുടെ മേൽ, അലക്സിന്റെ മേൽ, മഞ്ജുവിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഓ ദൈവാത്മാവ് ആര് നിങ്ങളെ നിയന്ത്രിക്കുന്നോ, ഓ റബ സേഖർ എയ്ഡന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്റ്റെഫി, ബാബു യേശുവിന്റെ നാമത്തിൽ ദൈവത്തെ സ്പർശിക്കട്ടെ, ദൈവം സ്പർശിക്കട്ടെ. റാല സേഖ റബ ശഗസിയാർബന. ഓ സ്മിതയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഓ സുബിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ലബറുഷദ ലഹസിയാരഗന റേറ്റേ ശേഖസിയാരഗന. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ, നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. ഹൃദയത്തിന്റെ ദൈവാത്മാവ് തൊടുന്ന പേരുകൾ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഓ സബദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. റോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബ്ലസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ലബറുഷസേ ഹറബല ഹറബന. ഇവിടെ എല്ലാ കർത്താവിന്റെ ആരൊക്കെ പേരുകളിൽ ദൈവാത്മാവ് അങ്ങ് വെളിപ്പെടുത്തുന്നു. അവരുടെ ജീവിതത്തിൽ വലിയൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാവട്ടെ. അവരുടെ ജീവിതത്തിൽ വലിയൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാവട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഹലബറുഷഹസിയാരഗന ലബറുഷഹസിയാരഗന. യേശുവിന്റെ നാമത്തിൽ റബ സേക ഷഹസിയാരഗന. യേശുവിന്റെ നാമത്തിൽ ജോബിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കാരണം ജയിലിൽ നിന്ന് പുറത്തു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. റാസെറ്റേ ഷഹസിയാരഗന. ഓ നിഖിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അരവിന്ദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. റാഠ കഷഗസി. കർത്താവിന് പ്രവർത്തിക്കുക. കുടുംബങ്ങളിൽ, വ്യക്തികളിൽ പ്രവർത്തിക്കുക. മാനസാന്തരങ്ങൾ ഉണ്ടാവുക. സൗഖ്യങ്ങൾ വിടുക യേശുവിന്റെ നാമത്തിൽ. റാസെറ്റേ ലെബറുഷെ റെമഷുഖുറബ. അഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്റ്റീവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗ്ലോറി യേശുവേ. ഹല്ലേലൂയ. ഇവിടെ വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രാർത്ഥനകൾ റൂബ ലാഷെറ്റേറ ഖസിയാഖെ ലെനമഷഹസിയാരഗന. യേശുവിന്റെ നാമത്തിൽ അത്ഭുതമായി തീരട്ടെ, അത്ഭുതമായി തീരട്ടെ. നിഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബ്ലസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പറഞ്ഞ സകല പേരുകളും യേശുവിനെ അറിയട്ടെ, അവർ കർത്താവിനെ അറിയട്ടെ, ദൈവത്തെ സ്തുതിക്കട്ടെ. റാസെ ഖശഹസിയാരബന. ദൈവത്തിന്റെ മഹത്വം കാണട്ടെ യേശുവിന്റെ നാമത്തിൽ. സനീഷിനെ അനുഗ്രഹിക്കുന്നു. ജേഡിനെ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. റാഷഹസിയാരബന. ജോലി മേഖലകൾ തുറന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. റൂഷ ഖലാബസിയാഖെ ലബറുഷഹസി. സന്തോഷിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. റെസെറ്റെ ഷഹസിയാരഗന. യേശുവിന്റെ നാമത്തിൽ. ലബറുഷ ലബറുഷഹസി. പുതിയ ജോലി മേഖലകൾ തുറക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ് യേശുവിന്റെ നാമത്തിൽ. റബ സേക ഷഹസിയാരഗന. കർത്താവേ ജോൺ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്ട്രോക്കിനകത്ത് പുറത്തു വരട്ടെ. സ്ട്രോക്കിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടപിശാചിന്റെ തന്ത്രങ്ങളെ, രോഗത്തിന്റെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ വെട്ടിമാറ്റുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. റബ ശകറബന ലഗരഷഹസിയാരഗന ലേബറുഷഹസിയാരബന. കർത്താവേ ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ അഭിഷേകത്തെ നിറയപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. റബ സേഷഹസിയാരഗന. ബാബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാനസാന്തരങ്ങൾ ഉണ്ടാവട്ടെ. ലേരഷഹസിയാരഗന ലേബറുഷഹസിയാരഗന. ലെബസു. സന്ധിക്കാനും ബാബുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രുക്മിണിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പറഞ്ഞ പേരുകൾ ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. അവരുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകത്തില്ല. പരിശുദ്ധാത്മാവെ ഞങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരെ തൊടുത്ത് കുറപ്പിക്കുന്ന നന്ദിയപ്പ. റേഷെറ്റെ ലഹസിയാഖെ ലബറുഷസിയാതെ റഹസിയാരഗന ലബറുഷഹസിയാരഗന. യേശുവിന്റെ നാമത്തിൽ. കർത്താവേ എല്ലാ ചെസ്റ്റ് ഇൻഫെക്ഷനും ഹീലാവട്ടെ. എല്ലാ ചെസ്റ്റ് ഇൻഫെക്ഷനുകളും ഹീലാവട്ടെ. ഡാൻസിനെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. റീബ സെഷത ഹസിയാരഗന. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. റൂഷത ലഹസി റബ സെഖറഷഹസിയാരഗന. ഓ ഷലഹസിയാരഗന. ഷാനിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷാനിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസറിനോട് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. പൂർണ്ണ സൗഖ്യത്തെ കൽപ്പിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ലബറുഷ ലബറുഷ സെഖറുഷ ദേരഹസിയാരഗന. ദേവശ്രീനെ അനുഗ്രഹിക്കുന്നു. യേശുവിനെ കണ്ടുമുട്ടട്ടെ. കർത്താവിന്റെ സ്നേഹത്തിലോട്ട് കടന്നു വരട്ടെ. ലേബറുഷഹസിയാരഗന. ഓ പരിശുദ്ധാത്മാവിന്റെ അഗ്നികൾ ഡിവൈൻ നിറയപ്പെടട്ടെ. ഓ റബ സെഖറബന. സരസ്വതിനെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ലബറുഷ. വാതൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ അവകാശങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ. റാഷെഖെ ലഹസി റബ സെഷഹസിയാരഗന. യേശുവിന്റെ നാമത്തിൽ. തന്നേനെ നന്ദി പറഞ്ഞുകൊണ്ട് തന്നേനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ റബ സെഖ ഷഹസിയാരഗന. വിവേകനെ അനുഗ്രഹിക്കുന്നു. ഷൈനിനെ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവേ ഡിനുവിന്റെ സ്കിൻ അലർജിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. Be healed in the name of Jesus. Be healed of depression. ജോർജിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. Be healed of depression in the name of Jesus. റൂട്ട ലബറുഷഹസിയാരഗന ലെബറസിയ ഖശസിയാരഗന ലാസെ കറാറ്റെ സിഖറുഷഹസിയാരഗന. റിയ സന്തോഷ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. ഹറബ സെഖ ഷഹസിയാറ്റെ റഹസിയാരഗന. ഓ റബ സിഖറബന. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹൃദയത്തിലോട്ട് പൈതങ്ങൾ കടന്നു വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. റൂഷഹസിയാരഗന ലബറുഷഹസി. ലിപ്സിക്ക് ലീനയ്ക്കും കർത്താവേ ഈ കർത്താവ് ഇൻഫ്ലമേഷൻ സൗഖ്യമുണ്ടാവട്ടെ യേശുവിന്റെ നാമത്തിൽ. ഫുഡ് അലർജികൾ സൗഖ്യമാകട്ടെ. ഹീരൻ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ.
നാമത്തിൽ ഓ ഇന്ന് രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൈവച്ച് പ്രാർത്ഥിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് വെച്ചാട്ടെ. ഹാലലൂയ. വേദന ഉള്ളിടത്ത് കൈവച്ചാട്ടെ. പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കിയ ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ബി ഹീൽഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിന്റെ അടിപ്പിലുള്ള സൗഖ്യം വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ അടിപ്പിലുള്ള സൗഖ്യം വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹാറാബാഷേക്കെ ഓ കിരണ അനുഗ്രഹിക്കപ്പെടട്ടെ. ജൂലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. റൂബാസേഖറബന ടച്ച് ദ ഹോളി സ്പിരിറ്റ്, ടച്ച് ദ ഹോളി സ്പിരിറ്റ്. എല്ലാ ദുഷ്ടപിശാചിന്റെ കർത്താവേ അവസ്ഥകളിൽ നിന്ന് പുറത്തു വരട്ടെ. ഹാലലൂയ. കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്ന കർത്താവേ ഇന്ന് പീഡനത്തെ വിടുവിക്കാനാണല്ലോ കർത്താവേ യേശുവിന്റെ നാമത്തിൽ. ഹാലലൂയ. ഓ റബ ഐ സ്പീക്ക് കംപ്ലീറ്റ് ഫ്രീഡം ഓവർ എവറി oppressions. I speak complete freedom over all the captives out of the demonic oppression, out of the demonic oppression right now in the name of Jesus. Yarate shahaziyaragana leba rushahaziyaragana nakaruziyar കണ്ണുകൾ സൗഖ്യമാകട്ടെ. തിമിരങ്ങൾ സൗഖ്യമാകട്ടെ. റിൻസി ഹാലലൂയ യേശുവിന്റെ നാമത്തിൽ. സിന്ധു സൗഖ്യമാകട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. റഷകറാസെ ലബറുഷ ദലഹസി റവസിയാരഗന കർത്താവേ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലലൂയ. ഗർഭപാത്രങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അതിന് പുറകിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടന്റെ കരങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. Be healed in the name of Jesus. Libiri shahaziyaragana labaru shahaziyaragana in the mighty name of Jesus. Hallelujah. Labaru shahaziyaragana raba baba baba ഓ അരുണിമേനെ അനുഗ്രഹിക്കുന്ന യേശുവിന്റെ നാമത്തിൽ. ഓ റബ സേ ഷഹസിയ കൽഹസിയാരഗന കൃപ വ്യാപരിക്കട്ടെ. ഓ ഗ്ലോറി ഗ്ലോറി. ഹാലലൂയ. ഷലഹസിയാരഗന ഹാലലൂയ. കർത്താവേ ക്രിസ്ത്യൻ യേശുവിലേക്ക് കടന്നു വരട്ടെ. രാധയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ക്യാൻസറിനെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. I take authority over every sickness, every spirit in the mighty name of Jesus. Hallelujah. പാമ്പുകളെ തേളുകളെ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരികയില്ല. ഒരു ബാധയുടെ കൂട്ടത്തിൽ അടുക്കുന്നില്ല. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധങ്ങൾക്ക് മുമ്പിച്ച് യേശുവിന്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. Break it in the name of Jesus. ബേബിനെ തൊടട്ടെ. കർത്താവ് തൊടട്ടെ. ഓ റബാസി എലീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സെറിബ്രൽ പ്ലാസി യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൈകളിൽ കാലുകളിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഫുഡ് അലർജി സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സിജോ സൗഖ്യമാകട്ടെ. സിജോനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവ് നിയോഗം നടന്ന പേരുകളിട്ടാണ്ട് വിഷയങ്ങളിട്ടാണ്ട് കർത്താവിന് തൊടികെ വിശ്വാസത്തോടെ പേരിൽ എഴുതുമ്പോൾ ഇന്ന് ഹാലലൂയ ഇന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ യേശുവാണ് സൗഖ്യമാക്കുന്നത്. യേശുവാണ് സൗഖ്യമാക്കുന്നത്. ദൈവസിയ യേശുവിന്റെ നാട്ടിൽ ക്യാൻസർ പുറത്തു വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് നിങ്ങളുടെ വിഷയങ്ങളെ പറയട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് സകലത്തിലും ജയം നൽകുന്ന ദൈവം. ദൈവത്തിന്റെ കണ്ണുകളിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ കണ്ണിന്റെ കാഴ്ച റിസ്റ്റോർഡ് ആവട്ടെ. Be restored in the name of Jesus. The sight be restored in the name of Jesus. Hallelujah. തകർന്ന കുടുംബങ്ങൾ യേശുവിന്റെ നാമത്തിൽ കർത്താവേ യേശുവിന്റെ നാമത്തിൽ റിസ്റ്റോർഡ് ആവട്ടെ. Hallelujah. ലബറുഷെ സേറ്റേ കറാഷഹസിയാരഗന in the name of Jesus. Hallelujah. 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 റാഷകസിയ കറാഷഹസിയാരഗന in the mighty name of Jesus. മുഷലാര റാഷഹസിയാരഗന Hallelujah. റബബബഷഹസിയാരഹസിയാരഹസിയാരഗന കർത്താവേ ലിവർ സിറോസിസുകൾ സൗഖ്യമാവട്ടെ. പ്രിയാസ് ലിവർ സിറോസിസ് സൗഖ്യമാവട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഡിസ്ക് പ്രോബുകൾ സൗഖ്യമാവട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ജോലി സംബന്ധമായ എല്ലാ വിഷയങ്ങളും മാറട്ടെ. കൈവച്ച് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ അടിപ്പടലുള്ള എനിക്ക് സൗഖ്യമുണ്ട്. സൗഖ്യം എന്റെ അവകാശമാണ്. കുടുംബത്തിന്റെ രക്ഷ എന്റെ അവകാശമാണ്. അത് ഞാൻ കാണും. വിശ്വാസത്തിന്റെ വാക്കുകൾ വിളിച്ചു പറഞ്ഞാട്ടെ ദൈവമക്കളെ. വിശ്വാസത്തിന്റെ വാക്കുകളെ വിളിച്ചു പറയുമ്പോൾ കർത്താവ് അത്ഭുതം ചെയ്യുക. In the mighty name of Jesus. In the mighty name of Jesus. Oh യേശുവിന്റെ നാമത്തിൽ. Hallelujah. Hallelujah. റബാഷേറ്റ റഹസിയാരഗന നന്ദി കർത്താവേ. നന്ദി കർത്താവേ. നന്ദി കർത്താവേ. ഓ റബശഹസിയാരഗന ഓ Hallelujah. നന്ദി കർത്താവേ യേശുവിന്റെ നാമത്തിൽ. ഓ റഷഹസിയാരഗന നന്ദിയോട് സ്തുതിക്കുന്നു അപ്പ. Hallelujah. ഇന്നെല്ലാം പ്രാർത്ഥിച്ചാട്ടെ കർത്താവ് യേശുവേ. Hallelujah. ഇത്രത്തോളം നേരം പ്രാർത്ഥിക്കാൻ കർത്താവ് നമുക്ക് ബലം തന്നല്ലോ. ദൈവാത്മാവ് അങ്ങനെ ഒരു നിയമം തന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്ന പേരുകൾ എനിക്കറിയത്തില്ല എത്രത്തോളം പേര് യേശുവിന്റെ നാമത്തിൽ. മോഹനന്റെ കിഡ്നീസ് പ്രോബ്ലം സൗഖ്യമാവട്ടെ യേശുവിന്റെ നാമത്തിൽ. Hallelujah. Thank you Holy Spirit. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിന്റെ ആത്മാവ് സൗഖ്യം നമ്മുടെ അവകാശമാണ്.
ദൈവത്തിന്റെ ആത്മാവിലൂടെയാണ് കർത്താവിന്റെ ശക്തി വ്യാപരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങൾ ആശ്രയിക്കണമെന്ന് കർത്താവ് നിർബന്ധമായിട്ട് നമ്മളെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് നിങ്ങൾ വിശ്വാസത്തോടെ എഴുതുന്ന പേരുകൾ, നിങ്ങൾ ഞാൻ വിശ്വസിക്കുന്ന ദൈവാത്മാവ് തന്ന പേരുകളാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തെക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം നിങ്ങൾ കർത്താവ് കാണുന്നുണ്ട്. അത്ഭുതത്തെ കർത്താവ് ചെയ്യും. അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിച്ച പേരുകളെ ഞാൻ എഴുതാനാണ് പറഞ്ഞത്. എന്നാലും ഞാൻ കണ്ട പേരുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് യേശുവിന്റെ നാമത്തിൽ. ഇന്നൊന്ന് വിശ്വസിച്ചാട്ടെ. ഇന്ന് ഒരു നിമിഷം കൂടെ ഇന്ന് കണ്ണുകൾ അടച്ചാട്ടെ. ഇന്ന് പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒന്ന് ശ്രദ്ധിച്ച്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് സൗഖ്യം വ്യാപരിക്കുവാൻ, സൗഖ്യം പൂർണ്ണമായി ലഭിക്കാൻ തടസ്സമായി നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ അവിശ്വാസം. 2, ആരോടെങ്കിലും നമ്മൾ ക്ഷമിക്കാൻ പറ്റാത്ത നമ്മുടെ അവസ്ഥകൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സൗഖ്യത്തിന്റെ തടസ്സമായി നിൽക്കും. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും പ്രിയമുള്ളവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് സൗഖ്യം ഇന്ന് വരെ ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ ദൈവത്തോടെ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുക. 2, നിങ്ങൾ ആരോടെങ്കിലും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ടെങ്കിൽ ആ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ നിങ്ങളുടെ രോഗം സൗഖ്യമാകുന്നതിന് തടസ്സമായി നിൽക്കും. അതുകൊണ്ട് നിന്ന് ഏറ്റു പറഞ്ഞാട്ടെ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഇന്ന് എന്നെ ആരുടെയെങ്കിലും ഞാൻ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. യേശുവിന്റെ നാമത്തിൽ കർത്താവിന് സൗഖ്യത്തെ പൂർണ്ണമായി കൽപ്പിക്കുന്നു. കർത്താവെ, കുടുംബത്തിലെ റിസ്റ്റോറേഷന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. തകർന്ന മാരേജുകൾ, തകർന്നു പോയ കുടുംബ ജീവിതങ്ങൾ യേശുവിന്റെ നാഥ റിസ്റ്റോർ ആകുവാൻ ഞാൻ കൽപ്പിക്കുന്നു. അപ്പൊ there is nothing is impossible to you, my Lord. I give you all the glory to you, Lord Jesus. പരിശുദ്ധാത്മാവ് അങ്ങേക്ക് സകല മഹത്വം നൽകുന്നു. പിതാവേ, ഹല്ലേലൂയ. ഇന്ന് പ്രിയ മക്കളുടെ സകല വിഷയങ്ങളും ഞാൻ ഒരിക്കൽ കൂടി അങ്ങനെ കാര്യങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന. അപ്പ അങ്ങ് കണ്ടല്ലോ കർത്താവ്, എന്റെ കണ്ണ് കാണുന്നതിനേക്കാളല്ല അപ്പ അങ്ങ് കണ്ടിട്ടുണ്ടല്ലോ ആ വിഷയങ്ങളുടെ മേലെല്ലാം. വിശ്വാസത്തോടെ ഇന്ന് എഴുതിയവരെ എല്ലാം മേല് കർത്താവെ, ഇന്ന് കർത്താവിൽ നിന്ന് ഞാൻ അത്ഭുതത്തെ കാണുമെന്ന് വിശ്വാസത്താൽ ഇന്ന് ആരൊക്കെ എഴുതിയിട്ടുണ്ടോ, ആരൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതിയവരും എഴുതാത്തവരും ഹൃദയത്തിൽ തോന്നിയവരും അല്ലാത്തവരും അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതമായി മാറുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമക്കളെ, ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതം ചെയ്ത് കുറിപ്പിക്കുന്ന നന്ദി അപ്പ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് ആർക്കെങ്കിലും നമുക്കൊരു 5 മിനിറ്റ് സമയം, നിങ്ങൾക്ക് പ്രാർത്ഥിച്ച സമയത്ത് എന്തെങ്കിലും ദൈവാത്മാ സ്പർശിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും സാക്ഷ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാം. നമ്മളത് കഴിഞ്ഞ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ സബിത. സ്തോത്രം. എന്റെ കാല് ഞാൻ അന്ന് ആക്സിഡന്റ് പറ്റിയായിരുന്നല്ലോ. അപ്പൊ ഞാൻ അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം കർത്താവിന്റെ ഹോളി സ്പിരിറ്റിന്റെ ഒരു ടച്ച് എന്റെ കാലിൽ ഉണ്ടായി. അപ്പൊ കാല് എനിക്ക് പൂർണ്ണമായിട്ട് മടക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇന്നിപ്പോ നോക്കുമ്പോ എന്റെ കാല് ശരിക്കും പണ്ടത്തെ പോലെ ഇങ്ങനെ മടക്കി വെക്കാൻ പറ്റി. പിന്നെ കാലിന് കൂടുതൽ ചലനശേഷി കിട്ടാനും ഇടയായി. അത് കർത്താവിന്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം. ആമേൻ. ആരാണ് ആ സബിത സിസ്റ്ററെ സ്പർശിച്ചത്? സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടല്ല, ഹോളി സ്പിരിറ്റ്. സിസ്റ്റർ വിശ്വസിച്ചത് കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്പർശിച്ചു. അതൊരു വലിയൊരു സാക്ഷ്യമാണ്. എല്ലാവരും കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. മടങ്ങാൻ പറ്റാത്ത കാല് മടങ്ങി അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചു. നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചവരോ അന്യഭാഷ ലഭിച്ചവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യട്ടെ, മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. ഓ താങ്ക് യു ജീസസ്. ഞാൻ ശരിക്കും എന്നിൽ പരിശുദ്ധാത്മാവ് ശരിക്കും എന്നിൽ വെളിപ്പെടുത്തി. ഞാൻ ശരിക്കും ആ ഒരു എന്താ പറയാ, ഒരു വേറൊരു ലോകത്തായിരുന്നു ഞാൻ. എന്റെ ശരീരം മുഴുവൻ വിറക്കായിരുന്നു ഞാൻ. ശരിക്കും ദൈവത്തിൽ എന്നെ അറിയിച്ച് കർത്താവിന് കൊടുത്തു. ആമേൻ. അത്രേ ഉള്ളൂ. നമ്മുടെ എല്ലാ വിഷയങ്ങളും നമ്മൾ കർത്താവിന് കൊടുത്തു. നമ്മൾ ഇനി പ്രാർത്ഥിക്കുന്നത്, നമ്മൾ വീട്ടിലിരുന്നാലും എവിടെ പോയാലും നമ്മൾ പരിശുദ്ധാത്മാവേ അങ്ങേ ഞാൻ ആശ്രയിക്കുന്നു, അങ്ങിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഹെൽപ്പ് മീ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ് വേണം പ്രാർത്ഥിക്കാനിരിക്കാൻ. ആമേൻ. താങ്ക് യു ജീസസ്. കർത്താവെ, അങ്ങ് കൊടുത്ത ദിവ്യ സാന്നിധ്യം നന്ദി. കർത്താവെ, അങ്ങയുടെ നിറ സാന്നിധ്യം നിറച്ചിന് നന്ദി. അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ, അങ്ങ് ഞങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ച് അങ്ങ് ഉറപ്പിച്ചു തന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പ. ഗ്ലോറി ഗ്ലോറി. ആരെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും ഉണ്ട്? പറഞ്ഞേട്ടെ. യേശുവിന്റെ നാമത്തിൽ താങ്ക് യു ജീസസ്. എനിക്ക് ഈ നെഞ്ചിന്റെ അകത്തൊരു വേദന ഉണ്ടായിരുന്നു. അത് ഒരു ചൂട് പോലെ വന്നിട്ട് ഇപ്പൊ ആ വേദന അങ്ങ് മാറിപ്പോയേ. ആമേൻ ആമേൻ ആമേൻ. ഉഷ സിസ്റ്ററെ, അത് ആരാ തൊട്ടത് അവിടെ?
ഇവിടെ ആരാ തൊട്ടത്? പരിശുദ്ധാത്മാവ്. ആമേൻ. പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ഉള്ളിൽ വസിക്കുന്ന അതേ ആത്മാവ് നമ്മുടെ ഉള്ളിലോട്ട് വ്യാപരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ നമ്മളൊന്ന്, ഞാൻ പറഞ്ഞില്ലേ, ഈ ആത്മാവ് നമ്മുടെ കൂടെ 24 മണിക്കൂറുണ്ട്. നിങ്ങൾ ആ ആത്മാവിനോട് സംസാരിച്ചാൽ മതി. ആ പരിശുദ്ധാത്മാവിനൊന്ന് എന്താ പറയുന്നത്, ഒന്ന് ആഗ്രഹിച്ചാൽ മതി. ഒന്ന് കൊതിയോടെ നോക്കിയിരിക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്ന് കേൾക്കാനായിട്ട്. ഓ താങ്ക് യു ലോർഡ് ജീസസ്. കർത്താവെ, ഉഷ സിസ്റ്ററിന് കൊടുത്ത ആ ദിവ്യ സൗഖ്യത്തിന് നന്ദി പറയുന്നു, ആ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. പ്രിയമാളെ, ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പ യേശുവിന്റെ നാമത്തിൽ. വേറെ ആരെങ്കിലും ഉണ്ടോ? താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. ആരാ പറയുന്നേ? ഒരാൾ പറയണേ. സിസ്റ്റർ, ഞാൻ പിന്നെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ ശരീരത്തിൽ കാല് തൊട്ട് തല വരെ ഒരു വരുത്തി. ആമേൻ ആമേൻ ആമേൻ. അത് പരിശുദ്ധാത്മാവാണ് സിസ്റ്ററെ. നിങ്ങളെ കർത്താവ് പരിശുദ്ധാത്മാവ് ഒരുപാട് സ്നേഹിക്കുന്നു. ദൈവം ഒരുപാട് സ്നേഹിക്കുന്നു എന്നുള്ള ഒരു ഉദാഹരണമാണ്. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ്. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനി ഈ ദിവസങ്ങൾ ആത്മാവിൽ ബലപ്പെടട്ടെ. എല്ലാ വാഗ്ദത്തങ്ങളും നിറവേറുന്ന കണ്ണുകൊണ്ട് കാണട്ടെ. അനുഗ്രഹിക്കുന്നു ഞാൻ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. വേറെ ആരാ ഉള്ള? സൗഖ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അന്യഭാഷ ലഭിച്ചെന്ന് ആരോ എഴുതിയിട്ടുണ്ടല്ലോ, അതാരത്? ആന്റി, എന്റെ കണ്ണിന്റെ കാഴ്ച ഭയങ്കര കുറവാണ്, അതിന് വേണ്ടി എന്നെ പ്രാർത്ഥിക്കാം. എന്തോ? ആന്റി, എന്റെ കണ്ണിന്റെ കാഴ്ച ഭയങ്കര കുറവാണ്, ഇതിന് വേണ്ടി എന്നെ പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ മോള് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവെ, അങ്ങനെ ശക്തിയാൽ എന്റെ കണ്ണിന്മേൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഈ സൗഖ്യം കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ സൗഖ്യം അവിടെ വ്യാപരിക്കട്ടെ. കണ്ണുകളിന്മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. റിലീസ് ദ അനോയിന്റിംഗ് ഓഫ് ഹീലിംഗ് റൈറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ബി ഹീൽഡ് റൈറ്റ് നൗ. ബി ഹീൽഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിന്റെ നാമത്തിൽ ഞാൻ സാക്ഷ്യം പറയുമെന്ന് പറയുക. ഈ ദിവസങ്ങൾ വലിയ വ്യത്യാസങ്ങളെ കാണും കേട്ടോ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞതാണല്ലോ. നിങ്ങൾക്ക് സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ പറയാൻ നമുക്ക് ഈ സമയങ്ങൾ ഉപയോഗിക്കാമേ. യേശുവിന്റെ നാമത്തിൽ. ആരാ? മാലിനി ആരാ? താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ലബറുഷഖസിയ ഠേഖറാന. പറഞ്ഞോ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം വളരെ പെർഫ്യൂമിന്റെ, ഞാൻ അനുഭവിക്കാത്ത ഒരു പെർഫ്യൂമിന്റെ സ്മെല്ല് എന്റെ അടുത്ത് വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് പലപ്പോഴും പല രീതിയിലാണ് അനുഭവിക്കാൻ പറ്റുന്നത്. ദൈവത്തിന്റെ ദൂതന്മാർ വരുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും. എത്ര പേർ ദൂതന്മാരുടെ ഒരു സാന്നിധ്യം അനുഭവിക്കും. നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ അന്യഭാഷയിൽക്കകത്ത് തന്നെ ദൂതന്മാരുടെ ഭാഷയുണ്ട്. നിങ്ങൾ പോലും അറിയാതെ ദൂതന്മാരെ നിങ്ങൾ ആക്ടിവേറ്റ് ആക്കുകയാണ്. നിങ്ങളുടെ വിഷയങ്ങൾക്കകത്ത് ദൂതന്മാർ ഇറങ്ങി പ്രവർത്തിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആമേൻ. സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സിസ്റ്ററെ. ദൈവം അനുഗ്രഹിക്കട്ടെ. വേറെ ആരെങ്കിലും ഉണ്ടോ? മാലിനി എന്ന് പറഞ്ഞ സിസ്റ്റർ അന്യഭാഷ ലഭിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ലെന്ന് പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മാലി സിസ്റ്റർ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ കൂടുതൽ അന്യഭാഷകൾ പറയുവാൻ, നിറവിൽ നടക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു മാലിനി സിസ്റ്റർ. മ്യൂട്ട് മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റുക. എനിക്കറിയില്ല എന്ത് പറ്റിയെന്ന് മാറ്റാൻ പറ്റാത്ത. താങ്ക് യു ഹോളി സ്പിരിറ്റ്. വേറെ ആർക്കെങ്കിലും സാക്ഷ്യങ്ങളുണ്ടോ? ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സാക്ഷ്യങ്ങൾ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എന്റെ തല പെരുത്തിരിക്കുകയായിരുന്നു പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ നേരം. ഇപ്പോഴതിന് സൗഖ്യം കിട്ടി. ആമേൻ. താങ്ക് യു ജീസസ്. കർത്താവെ കൊടുത്ത സൗഖ്യത്തിന് നന്ദി, കൊടുത്ത ദൈവസ്ഥാനങ്ങൾക്ക് നന്ദി. ഹല്ലേലൂയ. വേറെ ആർക്കെങ്കിലും സാക്ഷ്യങ്ങളുണ്ടോ? നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പ്രാർത്ഥന ഉണ്ടല്ലോ. വേറെ സാക്ഷികളുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ജീസസ്. എനിക്ക് പറഞ്ഞോ. എന്റെ പുറത്ത് നല്ല ചൂടായിരുന്നു. പുറത്തിന് നല്ല ചൂടായിരുന്നു. എന്റെ കാലിന്റെ ഉള്ളംകാലിൽ നല്ല ചൂട് അനുഭവപ്പെട്ടു എനിക്ക്. ആമേൻ. താങ്ക് യു. പരിശുദ്ധാത്മാവിൽ കൂടുതൽ ആശ്രയിക്കുക സിസ്റ്ററെ. പരിശുദ്ധാത്മാവ് സിസ്റ്ററെ സ്നേഹിക്കുന്നുണ്ട്. പൂർണ്ണ നീന്തലേക്ക് വിട്ടുകൊടുക്കുക കേട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വേറെ ആരെ സംസാരിച്ചിട്ടുണ്ടേ? താങ്ക് യു ജീസസ്. പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴേ മോളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സൗമ്യ എന്ന പേര് വെളിപ്പെട്ടത്. ആമേൻ ആമേൻ. സൗമ്യ എന്ന് പറഞ്ഞ പേര് സിസ്റ്റർ ഞാൻ ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തിയ പേരാണ്. രണ്ട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ജോലി സംബന്ധമായ വിഷയങ്ങൾക്കകത്ത് കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്യും. അത് ഞാൻ ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോഴല്ല, പ്രാർത്ഥിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്തിയെങ്കിൽ ഇന്നലെ രാത്രി എന്ന് പ്രാർത്ഥിച്ചപ്പോൾ സൗമ്യ എന്നുള്ള പേര് വെളിപ്പെടുത്തിയത് വലിയൊരു ബ്രേക്ക് ത്രൂ ആളുടെ ജീവിതത്തിൽ ഉണ്ടാകും കേട്ടോ. അത്ഭുതമായി മാറും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. വേറെ സാക്ഷ്യങ്ങളുണ്ടോ? താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. സിസ്റ്റർ, ദൈവമക്കളുടെ ഒരു പ്രാർത്ഥന ചോദിക്കുന്നേ. ഭർത്താവ് മദ്യപാനിയായിരുന്നു. റീഅഡിക്ഷൻ സെന്ററിലാക്കിയിരിക്കുവാണ്. അന്നേരം തിരിച്ചു വരുമ്പോൾ ഒരു വലിയ മാറ്റം കുടുംബജീവിതത്തിലൊക്കെ ഉണ്ടാകണമെന്നുള്ള വലിയൊരു ആഗ്രഹം.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കർത്താവ് സ്പർശിക്കും. കഴിയുവാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും കർത്താവ് ആ മകനെ തുടർന്ന് കുറിപ്പിക്കുന്ന നന്ദി. അപ്പൊ അതാ ഞാൻ പറഞ്ഞ സിസ്റ്ററെ, നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആ പ്രിയ മകനെ പുറകോട്ട് വലിക്കുന്ന എല്ലാ ദുഷ്ടന്റെ പ്രവൃത്തികളും ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വെട്ടിമാറ്റും. ആ ഹൃദയത്തിനകത്ത് ദൈവം മാനസാന്തരം കൊടുക്കും കേട്ടോ. നേരത്തെ നല്ല ദൈവവിശ്വാസമുള്ള ആളായിരുന്നു. ഇപ്പം തീർച്ചയായിട്ടും സിസ്റ്റർ, നമ്മൾ വിട്ടുകൊടുക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, 2026 നമ്മൾ കുടുംബത്തെ പണിയുന്ന വിഷയമാണ്, പ്രാർത്ഥനയാൽ പണിയുന്ന വിഷയമാണ്. അത് അത്ഭുത സാക്ഷ്യമായി തീരും. ഇന്ന് ദൈവാത്മാവ് പറഞ്ഞ് ഇടപെട്ട സകല വാഗ്ദത്തങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. കർത്താവ് അത്ഭുതത്തെ ചെയ്യും കേട്ടോ. ദൈവം സമൃദ്ധമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരാൾക്കും കൂടെ ഒരു സാക്ഷ്യം പറയാൻ അവസരം തരാം. നമുക്ക് സമയത്തിന് പരിമിതികളുണ്ടല്ലോ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ആരെങ്കിലും സംസാരിക്കുന്ന ആരെങ്കിലും സാക്ഷ്യമുണ്ടോ? താങ്ക് യു ജീസസ്. സിസ്റ്റർ, പറഞ്ഞോ. നമ്മുടെ റിലേഷൻ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ രമണി പറഞ്ഞ വ്യക്തി വെന്റിലേറ്ററിൽ ക്യാൻസർ ആയിട്ട് കിടക്കുകയാണേ. കംപ്ലീറ്റ് അവർക്ക് ക്യാൻസർ ആയി എല്ലാം ബാധിച്ചു. അപ്പൊ ഒരു മോൻ വരാൻ വേണ്ടി കാത്തിരുന്നു. ഇന്നലെ മോൻ വന്നു. ഇനി മോൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത്ര ട്യൂബ് എടുത്ത ആള് പോകും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവർക്കാണ് വെന്റിലേറ്ററിന് ചാടി എണീക്കണം. ദൈവം അത്ഭുതം പ്രാർത്ഥിക്കണം, അതേപോലെ സാക്ഷ്യം പറയാൻ ഇടവരുത്തണം പറഞ്ഞിട്ടാണ് സിസ്റ്റർ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദൈവം ഇടപെടുന്ന നല്ലൊരു വിശ്വാസം. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും സിസ്റ്ററെ. ധൈര്യമായിട്ടിരിക്കുക. നമ്മുടെ വിശ്വാസം വൃഥാവായിട്ട് പോകത്തില്ലല്ലോ. ഇന്ന് ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം പറഞ്ഞോ. എനിക്ക് തലവേദന, ഈ ഒരു സൈഡ്, ഈ ലെഫ്റ്റ് സൈഡ് എനിക്ക് വേറെന്തോ ആണോ എന്ന് വരെ ഞാൻ ഇപ്പൊ ചിന്തിച്ചിരുന്നു. പ്രാർത്ഥനേന്റെ ആ ഇടയിൽ എനിക്കിപ്പോ തലവേദനയേ ഇല്ല, ഒന്നുമില്ല. ആമേൻ. പരിശുദ്ധാത്മാവ് തൊട്ടതാ സിസ്റ്ററെ. ഓ ഹല്ലേലൂയ. അതാണ് അത്ഭുതം. പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ടെങ്കിൽ അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോഴുള്ള വലിയൊരു അനുഗ്രഹമാണ് ഇത്. കർത്താവ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്ന ആത്മാവാണ്. സകലത്തെയും സൗഖ്യമാക്കും, വിടുതലുണ്ടാവും. ആമേൻ. അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അതുപോലെ സിസ്റ്റർ കുറെ പേരുകൾ പറഞ്ഞല്ലോ. അതിന്റെ കൂടെ എന്റെ മോന്റെ പേര് കെവിനാണ്. അതും കൂടി സിസ്റ്റർ പറഞ്ഞു, മോന്റെ പേര്, മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ കുറച്ച് പേരുകൾ നിങ്ങൾ ആത്മാവിലെ തോന്നിച്ച പേരുകൾ എഴുതാൻ ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് എനിക്ക് നിയോഗം കിട്ടിയോണ്ടാണ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചത്. കർത്താവ് തൊടും കേട്ടോ. കർത്താവത്തോട് ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും എല്ലാരും ശ്രദ്ധിച്ചേ. തീർച്ചയായിട്ടും കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും, അനുഗ്രഹിക്കും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. എല്ലാരും കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എത്രത്തോളം പ്രാർത്ഥിക്കാൻ ദൈവം സഹായിച്ചില്ല. നമ്മൾ വിശ്വസിക്കണം. നിങ്ങൾ വിശ്വാസത്തോടെ എഴുതിയ കാര്യങ്ങൾ കർത്താവ് അത്ഭുതമായിട്ട് ചെയ്യും കേട്ടോ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 2026 ആദ്യത്തെ പ്രാർത്ഥനയാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എപ്പോൾ പ്രാർത്ഥിക്കാനിരുന്നാലും അന്യഭാഷ ലഭിച്ചവരായിക്കോട്ടെ അന്യഭാഷ ലഭിക്കാത്തവരായിക്കോട്ടെ, നിങ്ങൾ ആത്മാവിൽ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് വേണം പ്രാർത്ഥിക്കാൻ. പരിശുദ്ധാത്മാവെ, ഹെൽപ് മീ ടു പ്രേ, ഹെൽപ് മീ ടു വാക്ക് ഇൻ ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പദ്ധതിയിൽ നടക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥന അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. ഐ ബ്ലെസ് യു ഓൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങൾ അടുത്ത ആഴ്ച വരുമ്പോൾ വലിയ സാക്ഷ്യങ്ങളായിട്ട് വരും കേട്ടോ. ജോലി മേഖലയുടെ തലമുറ വിഷയങ്ങളിലെ അടുത്ത ആഴ്ച നമ്മൾ കൂടുമ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് അനുഗ്രഹിക്കുന്നു. അത്ഭുത സാക്ഷ്യങ്ങളായിട്ട് നിങ്ങൾ വരും. എല്ലാവരും ദൈവ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ കേട്ടോ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഗോഡ് ബ്ലെസ് യു. ഓ, ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ, ആമേൻ, ആമേൻ.